കോവിഡിനെ വിറ്റ് ജീവിച്ച ഒരാളാണ് ഞാനെന്ന് പലരും പറയാറുണ്ട്. ആദ്യം മമ്മൂട്ടിയോട് അഭിനയിക്കുന്ന സമയത്തൊരു ഭയം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് ആദ്യമല്ല, എപ്പോൾ ചെയ്താലും ഉണ്ടാവും. കാര്യം ഗോപിയണ്ണൻ്റെ മോൻ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് എത്തിയതായിട്ടൊക്കെ വാർത്തകൾ വരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മോനുണ്ട് ദിൻനാഥ്. അപ്പോൾ ദിൻനാഥ് പുത്തഞ്ചേരി, ഈ പ്രണവ് എന്ന് പറയുന്ന നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അയാൾ അങ്ങനെയാണ്. അയാളുടെ ഒരു ദിലീപേട്ടൻ നമുക്കിപ്പോൾ ഈ ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്കാണ്. പോലീസിന് എന്തുകൊണ്ടായിക്കൂടെ, നമുക്ക് നല്ല കാര്യങ്ങൾ ഇതിനകത്തൂടെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ബാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കുക. എനിക്ക് നല്ല ചീത്ത കിട്ടി, പക്ഷേ ആ ഒരു മൊമെൻ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എന്നെ സ്ക്രീനിൽ വളരെ കിടിലമായിട്ട് നല്ല ക്ലാരിറ്റിയോടെ കണ്ടത് ആ പടത്തിലാണ്. കാക്കിക്കുള്ളിലെ കലാകാരൻ മലയാള സിനിമയുടെ വരും തലമുറയുടെ വാഗ്ദാനമാണ് ജിബിൻ ഗോപിനാഥ്. അദ്ദേഹമാണെന്ന് നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നത്. ഡൈസറയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്, പ്രണവിൻ്റെ കൂടെയുള്ളൊരു മുഴുനീള കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ കുറിച്ചെന്ന് പറയാം, നമുക്ക് ട്രെയിലർ കണ്ടപ്പോഴേ നമുക്കറിയാം ആ കഥാപാത്രം കൊണ്ടുപോകുന്നത് ഒരു പേടിപ്പിക്കുന്ന ആ രീതിയിൽ കൊണ്ടുപോകുന്നത് താങ്കളാണ്. അല്ല, അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ. പടത്തിൻ്റെ പേര് ഡിഎസ് ഇറേ എന്നാണ്. ഡിഎസ് ഇറേ എന്നാണ്. അതൊരു ലാറ്റിൻ വേർഡാണ്. അതെന്താണെന്നുള്ള സിനിമ കാണാൻ മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പേരാണ് സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ്. അതുകൊണ്ടാണ് അങ്ങനെ. അത് ഈ പറഞ്ഞത് ഇപ്പം വളരെ യാദൃച്ഛികമായിട്ട് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടതാണ്. എനിക്ക് ഈ പറഞ്ഞ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗവും ഭൂതകാലവും ഒക്കെ എടുത്ത മനുഷ്യനാണ്. നമ്മൾ അമ്മാതിരി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു സീൻ പുള്ളിയുടെ പടത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കിട്ടിയൊരു സൂപ്പർ ലോട്ടായിരുന്നു ഈ സിനിമ. കാര്യം നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മോനുണ്ട് ദിൻനാഥ്. അപ്പോൾ ദിൻനാഥ് പുത്തഞ്ചേരി, അപ്പോൾ അദ്ദേഹമാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഈ പടത്തിലേക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. കണ്ടു. പക്ഷെ പുള്ളി എനിക്ക് കൺഫർമേഷൻ തന്നില്ല. എൻ്റെ പറഞ്ഞു കുറച്ച് താടി വളർത്താമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമാണത്. പിന്നെ ഏജ് കുറച്ചുകൂടെ വേണമായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, അല്ല കുഴപ്പമില്ല, നോക്കട്ടെ, ഈ ക്യാരക്ടറിനെ ഈ പ്രായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പോഴും പറഞ്ഞു, ജുവിനെ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, പക്ഷെ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം പക്ഷേ എന്നെ പുള്ളി വിശ്വസിച്ചു. ഈ പറഞ്ഞല്ലേ, പുള്ളി എന്നെ വിശ്വസിച്ചു. ഈ ഒരു സിനിമയിൽ ഞാൻ ഓക്കെ ആയിരിക്കും എന്നുള്ളത് പുള്ളി വിശ്വസിച്ചു. അതിൻ്റെ പുറത്ത് ചെയ്തതാണ്. അതിൻ്റെ വലിപ്പച്ചെറുപ്പമൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തീരുമാനിക്കുക. ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളി വിശ്വസിച്ചത് നടന്നിട്ടുണ്ടോ. അങ്ങനെ നടന്നിട്ടുണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അത് എത്ര വലുതാണ്. അതിൻ്റെ ഷൂട്ടെല്ലാം കേരളത്തിൽ തന്നെ ആയിരുന്നു. അതെല്ലാം കേരളത്തിൽ തന്നെയായിരുന്നു. നല്ല രസകരമായിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം ആണെങ്കിലും അത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രണവ് എന്ന് പറയുന്ന നല്ലൊരു സുഹൃത്തിനെ കിട്ടി. സിമ്പിളായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ. നമ്മൾ ഇദ്ദേഹത്തെ പറ്റി മുന്നേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥകളൊക്കെ അല്ലേ, ഈ ആളങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയാണ്, സെറ്റിൽ കിടന്നുറങ്ങുന്ന ഫോട്ടോയും എല്ലാം നമ്മൾ പണ്ട്. അത് എനിക്കത് പക്ഷെ ഞാൻ ആദ്യം അതൊക്കെ കേട്ടിരുന്നത് എന്തിനാണ് ഇദ്ദേഹത്തെ ഒരു ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ആദ്യകാലത്ത് ചിന്തിച്ചു വരുന്ന ആളാണ്. പക്ഷെ അടുത്ത് പരിചയപ്പെട്ട് നല്ലൊരു സുഹൃത്തൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അയാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അയാൾ അങ്ങനെയാണ്. അയാളുടെ ഒരു ഐഡൻറ്റിറ്റി അതാണ്. അത് പർപ്പസ്ഫുള്ളി അല്ല, പുള്ളിക്ക് അങ്ങനെ പറ്റൂ ജീവിക്കാൻ. അയാളുടെ തോട്ടൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളതാണ്. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കൂട്ടുകാരനാണ്, നല്ലൊരു സുഹൃത്താണ്. ഇപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട്. അല്ല, വിളിക്കുക മെസ്സേജ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ലൊരു ബന്ധമുണ്ട് ഞങ്ങൾ. കേരള പോലീസ് സേനയുടെ ഭാഗമായിരുന്നു. ആ കേരള പോലീസ് എന്ന ലേബല് സിനിമയിലേക്ക് കടന്നു വരുന്നതിന് സഹായമായിട്ടുണ്ടോ? കേരള പോലീസ് സേനയുടെ ഭാഗമായിരുന്നു എന്നല്ല, ഞാനിപ്പോഴും കേരള പോലീസ് സേനയുടെ ഭാഗമാണ്. ലോങ് ലീവാണ്, 5 കൊല്ലത്തേക്ക് ലീവ് എടുത്തതാണ്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റമാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ഞാൻ ജോലിയിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 18 കൊല്ലമായി, 17-18 കൊല്ലം ആവുകയാണ്. അപ്പോൾ ഈ 18 കൊല്ലത്തിന് മുന്നേ തന്നെ മീൻസ് എൻ്റെ ചെറിയ പ്രായം മുതൽ ഈ പറഞ്ഞ ആഗ്രഹവും അതിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. അതിനിടയ്ക്ക് നമുക്കൊരു അനുഗ്രഹം പോലെ കിട്ടിയതാണ് ഈ ജോലി. നമുക്കൊരു ബാക്കപ്പ് ഇല്ലാതെ ഒരു സംഭവത്തിലേക്ക് ഒന്നുമില്ലാതെ ഒരു നടുക്കയത്തിലേക്ക് ഇറങ്ങിച്ചാടുക, നമുക്കൊരു ജീവൻ രക്ഷാ ഉപാധികളൊന്നുമില്ലാതെ വെള്ളത്തിലേക്ക് ചാടുക എന്ന് പറയുന്നത് പോലെയാണ് ആക്ച്വലി സിനിമയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഭാഗ്യവും അമ്മാതിരി കഴിവുമുള്ള ഒരാളായിരിക്കണം.
സിനിമയിൽ അത് നമുക്ക് നിലനിന്ന് പോകാനുള്ള ബാക്കി സാഹചര്യങ്ങൾ ഉണ്ടാകണം, എന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ നടുക്കയത്തിലേക്ക് എടുത്ത് ചാടുന്നൊരവസ്ഥയാണ് മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും. പക്ഷെ അവിടെ എനിക്കൊരു സേഫായിട്ടുണ്ടായിരുന്നത് എൻ്റെ ജോലിയാണ്. കാര്യം ജോലിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. മീൻസ് ഇവരുടെ സഹായത്താലാണ് എനിക്ക് മാക്സിമം ലീവുകളൊക്കെ തന്നിട്ടുള്ളത്. ശരിയാണ്, ഒത്തിരി ലീവൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പം അത് ജോലിയുടെ ഭാഗമായിട്ട് കുറേ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ കൂടെയുള്ള പോലീസുകാർ, കൂട്ടുകാരെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ സിനിമയിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക് പറയാൻ പറ്റും. കാര്യം അങ്ങനെ ആയിരുന്നു. ഒരു എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരവസരം, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അവസരം നഷ്ടപ്പെട്ടു. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് സിനിമ വേണ്ടാന്ന് വെച്ചേ പറ്റുള്ളൂ. കാര്യം ജീവിതമാണ്, ജീവിക്കണം. അപ്പോൾ നമുക്ക് ജോലി എനിക്ക് ഭയങ്കര എൻ്റെ ഫാമിലിയുടെ ഒരു എൻ്റെ മീൻസ് മൊത്തത്തിലൊരു ബാക്കപ്പ് ആയിരുന്നു ജോലി. ആ ഒരു സ്ഥിരമായിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടുന്നത് കൊണ്ട് കൃത്യമായിട്ട് ജീവിച്ചു പോകാൻ പറ്റി. അതിനിടയ്ക്ക് കിട്ടുന്ന ലീവുകളിലൊക്കെ പോയി അഭിനയിച്ചാണ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര വല്ലാത്ത സഹായമാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. കോലിയക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ വലിയ ലോകത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൻ്റെ ആ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം കോലിയക്കോട് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ സിനിമയിൽ ആരെങ്കിലും ഉള്ളതായിട്ടോ ഇതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ചെയ്തതായിട്ടോ എനിക്കറിയില്ല. ഈ എല്ലാവരുടെയും ആഗ്രഹം പോലെയൊക്കെ തന്നെയാണ് ഈ അതിയായിട്ടൊരു ആഗ്രഹം എന്നൊരു സാധനമില്ല. അത് കുഞ്ഞുനാൾ മുതലുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള യാത്രയായിരുന്നു. ചെറിയ പ്രായം തൊട്ട് തന്നെ ഇന്നത്തെ പോലെ ഒരു സോഷ്യൽ മീഡിയ സംഭവം ഒന്നുമില്ലല്ലോ. സോ പത്രത്തിലൊക്കെ വരുന്ന ബാലതാരങ്ങളെ ആവശ്യമുണ്ട്. അതിലാണ് നമ്മൾ ഈ തുടങ്ങുന്നത്. ഈ പരിപാടി കണ്ടിട്ട് വീട്ടിൽ പറയുന്നതും ആദ്യമായിട്ടൊരു സംഭവത്തിനായിട്ട് കൊണ്ടുപോകുന്നതും അത് കിട്ടിയിട്ട് പക്ഷേ സിനിമ നടക്കുന്നില്ല. അപ്പോൾ ഓഡിഷൻ കഴിഞ്ഞത് കിട്ടിയായിരുന്നു? ഫസ്റ്റ് ഓഡിഷൻ തന്നെ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കിട്ടി. അപ്പോൾ പോയി അത് കിട്ടിയെങ്കിലും ഒരു മെയിൻ വേഷമായിരുന്നു. വലിയൊരു ബാനറിലെ വലിയൊരു സിനിമയുടെ കുട്ടികൾ കേന്ദ്ര കഥാപാത്രമാകുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ നാട്ടിലറിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കോലിയക്കോട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ്, ചെറിയ ആൾക്കാരാണ്. മീൻസ് ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഗോപിയണ്ണൻ്റെ മോൻ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് എത്തിയതായിട്ടൊക്കെ വാർത്തകൾ വരുന്നു. സോ പെട്ടെന്ന് തന്നെ നടനായിട്ട് മാറുന്നു. സിനിമ നടക്കുന്നില്ല. പക്ഷേ ആ പേര് അവിടെ തന്നെ കിടക്കുന്നു. ഗോപിയണ്ണൻ്റെ മോൻ നടനാണ്. ഇത് തന്നെയാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ടി വി ഒന്നുമില്ല, വീട്ടിൽ ടി വി ഒന്നുമില്ല. ആകെ 1-2 വീടുകളിലേ അവിടെ ഉള്ളൂ. ഒരു വിനോദേട്ടൻ്റെ വീടുണ്ട്, ഒരു സുമാരമ്മാൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എല്ലാവരും പോയി സിനിമ കാണാൻ പോകുന്നത്. ഈ സിനിമ അല്ലെങ്കിൽ ഈ പുരാണ സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, പണ്ട് രാമായണം മഹാഭാരതമൊക്കെ കാണാൻ അജയ് ഹനുമാനും ഓം നമഃ ശിവായൊക്കെയാണ് അന്നത്തെ മെയിൻ. അപ്പം ഈ പരമ്പൊക്കെ ആയിട്ട് പോയി കിടന്ന് ശനി ഞായറൊക്കെയാണ് ഈ പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ സിനിമയും കണ്ട് ഈ പറഞ്ഞ പരിപാടികളെ കണ്ട് തിരിച്ചിറങ്ങി വരുന്ന ആ കുട്ടിക്കാലത്തിൻ്റെ എൻ്റെ ആ ഒരു ചെറിയ പ്രായം 6-7 വയസ്സ് 5-6 ആ പ്രായത്തിൻ്റെ ആയിട്ടുള്ള അന്ന് മുതൽ തുടങ്ങിയൊരു ആഗ്രഹമാണ്. ഇത് കാണുമ്പോൾ ഉള്ളൊരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ് സംഭവം? കാര്യം ഇത്രയും പേര്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയും ദൂരം വന്നിരുന്ന് കാണുന്നു. അപ്പോൾ ആ കാണുന്നതിൽ നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്നു. അപ്പോൾ അതിനോടുണ്ടാകുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ. ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ്, ആ വലിയ ആഗ്രഹം അവിടെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ്. കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നേട്ടമുണ്ടാക്കിയ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഒരു അവയർനെസ് വീഡിയോ ഒക്കെ ഇറക്കി, അത് ലോകം മുഴുവൻ ചർച്ചയായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ? കോവിഡിനെ വിറ്റ് ജീവിച്ച ഒരാളാണ് ഞാനെന്ന് പലരും പറയാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണല്ലോ. ആരും പുറത്തിറങ്ങുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കും. പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അവർക്ക് വീട്ടിലിരിക്കാനോ ഒന്നും ഇല്ലല്ലോ. അവരുടെ ജോലിയുടെ ഭാഗമാണത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നപ്പോൾ സമയത്ത് ആളുകൾക്ക് വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ഭയങ്കര ഭീതിയിലായിപ്പോയി. എന്താണ് അവസ്ഥ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നമ്മുടെ ജീവിതം എന്താണ്, ഇതൊക്കെ ആലോചിച്ച് ജോലിയൊക്കെ എങ്ങനെ എല്ലാവർക്കും വീട്ടിലിരിക്കാനുള്ള, അടച്ച് ഇരിക്കുക എന്നുള്ള ഒറ്റ നിർദ്ദേശം കിട്ടുന്നു. അപ്പോൾ ഈ സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട്, മനോജ് പ്രസാദിൻ്റെ സാറാണ് അതിൻ്റെ ഹെഡായിരുന്നത്.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടൊരു സംഭവം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവിടെയുള്ള അരുൺ ബി ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവൻ നല്ലൊരു നല്ലൊരു ഡയറക്ടർ ആവാൻ സ്കോപ്പുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്, ഡ്യൂട്ടി റെസ്റ്റാണ്. എന്താ പരിപാടി? ഞാൻ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ ടാഗോർ തിയേറ്ററിൽ ഒന്ന് വരുമോ? നമ്മൾ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്കൊരു സാധനം ചെയ്താലോ, ഒരു വീഡിയോ ചെയ്താലോ. ഞാൻ പറഞ്ഞടാ വരണോ? നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ഇവരിങ്ങനെ നമ്മൾ പരിപാടി ഇല്ല, ഒന്നുമില്ല, നമുക്കൊരു സാധനം അടിച്ചു നോക്കാം, എന്താണെന്ന് അറിയില്ല, ഒരു പെട്ടെന്നൊരു 2 മണിക്കൂറിനകത്ത് തീർക്കാന്നുള്ള സാധനമേ ഉള്ളൂ. നിങ്ങൾ എന്തിപ്പോൾ എങ്ങനെ? ഞാൻ പറഞ്ഞടാ ഇനി എല്ലാം കഴുകിയിട്ടേക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ കൊടുത്തേക്കണത്, എന്താ എന്താ ഡ്രസ്സെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട്, ഒരു ടീഷർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വാന്ന് പറഞ്ഞു, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കണ്ടൻറ്റ് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട്. അത് പിന്നെ എടുക്കാൻ പറഞ്ഞു 2 മണിക്കൂറിനകത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അത് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു കോവിഡിൻ്റെ ഒരു സാധനം വരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെയുള്ള ബിമൽ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് ചെയ്യുന്നത്. സാറിന് ഈ 3D പരിപാടിയെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹം അത് വീട്ടിൽ അത് അവിടെ ഇരുന്ന് ചെയ്ത് എല്ലാം കൂടെ ചെയ്ത് ഷൂട്ട് 2 മണിക്കൂർ കൊണ്ട് തീർത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മളതങ്ങ് റിലീസ് ചെയ്തു, ഇതങ്ങ് ആൾക്കാരേറ്റെടുത്തു, അത് ഇൻ്റർനാഷണലി അതങ്ങ് അക്സെപ്റ്റ് ആയി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട്. കാര്യം അതുവരെ ആൾക്കാർക്ക് കിട്ടിയിരുന്ന ഒരു സാധനത്തിനപ്പുറത്തേക്ക് ഇതിന് ഭയങ്കര രസകരമായിട്ട് ഇതിനെ സമീപിക്കുന്നൊരു ഒരു അപ്രോച്ചായിരുന്നു അത്. എല്ലാവരും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇതെല്ലാവരും, അതൊന്ന് ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും, മെയിൻ ഇൻഡസ്ട്രി മൊത്തം ഈ സാധനം ഭയങ്കരമായിട്ട് റീച്ച് ആയി. അത് മാത്രമല്ല ടിക്ടോക്ക് ഇൻ്റർനാഷണലിൻ്റെ ആ ഒരു വർഷത്തെ ഏറ്റവും മികച്ച വീഡിയോയുള്ള 10 വീഡിയോകളിലൊന്ന് ഈ വീഡിയോ ആയിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് ഹാപ്പിനെസ് എന്നൊരു സാധനമായിരുന്നു. അതിൽ പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ഒരു വീഡിയോ, അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് അതിൽ കിടന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് അമ്മാതിരി ആ ലെവലിലേക്ക് ഒരു പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് ചെയ്തൊരു സാധനമാണ്. പക്ഷെ അത് എനിക്ക് തന്നൊരു മൈലേജും ഭയങ്കരമായിരുന്നു. അത് എല്ലാവരിലും ഫെയിമായി. അതെ, ഭയങ്കരമായിട്ട് അത് സഹായകമായ സാധനമായിരുന്നു. അത് വളരെ ഇതാണ് പറഞ്ഞത്, കൊറോണ അല്ല കോവിഡിനെ വിറ്റ് നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് സത്യം അതിൽ. അങ്ങനെ DGP മനോജ് എബ്രഹാം സാർ, അജിത് സാർ, ഇവരോടൊപ്പം എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്തും ഈ സിനിമാഭിനയവും കൂടെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നോ? അയ്യോ, അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടുന്നത് 2010-ലാണ്. ജോലി കയറി ഒരു 3 കൊല്ലം കഴിയുമ്പോഴാണ് എയറിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ആവുന്ന സമയത്താണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അജിത് സാറാണ് അന്ന് കമ്മീഷണർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ PSO ആയിട്ട് എനിക്കന്ന് ഒരാൾ ലീവിൽ പോയതിൻ്റെ പുറത്ത്, അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയതിൻ്റെ പുറത്ത് എന്നെ അങ്ങോട്ടേക്ക് വിട്ടുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ സമയത്ത് തന്നെ എനിക്ക് ഈ അവധി ദിവസങ്ങളിലൊക്കെ ഇത് വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മനോജ് എബ്രഹാം സാറ് അധികം നാൾ അജിത് സാറിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു 1-2 മാസം കഴിയുമ്പോൾ സാറ് ഇവിടുന്ന് കൊച്ചിയിലേക്ക് മാറിപ്പോകണ്ടായത്. ആ സമയത്താണ് മനോജ് എബ്രഹാം സാറ് വരുന്നത്. സാറുമായിട്ടും ഈ പറഞ്ഞ പോലെ ഇതേ ജോലി തുടരുന്ന സമയത്ത് ഞാനിങ്ങനെ ചെന്ന് പെർമിഷൻ ആദ്യമായിട്ട് ഒരു ദിവസം ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞ് സിനിമയോ എന്ത് പരിപാടി ഇതാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വാ, അത് താല്പര്യം ഉള്ളതല്ലേ, പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സാർ ആദ്യമായിട്ട് വിടുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഗവൺമെൻറ് പെർമിഷൻ പേപ്പർ സാർ എടുക്കണം എന്ന് പറഞ്ഞ് സാറ് തന്നെ സഹായിച്ചതാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റി അന്ന്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവധി ദിവസങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എനിക്ക് അഭിനയിക്കേണ്ട ചില കണ്ടിന്യൂറ്റി സീനുകളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസമായിരിക്കും. അന്നൊക്കെ പകരം ആളിനെയൊക്കെ വെച്ചിട്ട് പകരം ചെന്ന് ഞാൻ പിന്നെ ജോലി ചെയ്ത് കൊടുത്ത് അത് മേക്കപ്പൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് അന്ന്. അതൊക്കെ ഭയങ്കര സഹായമാണ്. കാര്യം ഞാൻ ലോങ് ലീവ് എടുക്കാൻ പോകുമ്പോഴും ഞാൻ ചെന്ന് സാറിനെ കണ്ടിരുന്നു, പറഞ്ഞിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു എനിക്കന്നേ അറിയാം, നിനക്ക് അതാണ് നിൻ്റെ മെയിൻ പരിപാടി എന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനുഗ്രഹിച്ച് നമ്മളെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും, അജിത് സാറായാലും മനോജ് സാറായാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ജില്ലാ ക്രൈം ബ്രാഞ്ചിലൊക്കെ ജോലി ചെയ്യുമ്പോൾ സന്തോഷ് സാർ ACP അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹത്തിൻ്റെ PSO ആയിട്ട് ഞാനുണ്ടായിരുന്നു. ആ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ സാറും ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കൂടെ സുൽഫിക്കർ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഇവർക്കൊക്കെ കുറച്ച് സിനിമ ബന്ധങ്ങളുണ്ട്. ഇവരൊക്കെ ഭയങ്കരമായിട്ട് തന്നെ അവരോട്ട് കണക്ട് ചെയ്യും. നമ്മുടെ പോലീസുകാരനാണ്, പറ്റുന്നിടത്തൊക്കെ അവന് അവസരം കൊടുക്കണം, അവൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഈ സന്തോഷ് സാറും സുൽഫിക്കർ സാറും പിന്നെ പറഞ്ഞൊരു മരണപ്പെട്ടു പോയി അനിൽ സാറ്, ഇവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ കമ്മീഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയുടെ പെർമിഷനും എല്ലാം എടുക്കുക, എല്ലാവരും സിനിമക്കാരവിടെ വരില്ലേ? അതെ, എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കമ്മീഷൻ ഓഫീസിലേക്കൊരു ഇങ്ങനെ ഒരു
ട്രാൻസ്ഫർ കിട്ടുന്നത് ചെറിയൊരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. എയർ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അത് ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല ഇതുവരെയും, എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഈ പറഞ്ഞ പോലെ ചില മൊമെൻറ്റ്സിൽ എനിക്ക് ജോലി എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന ചില മൊമെൻറ്റ്സിൽ ഞാൻ എന്ത് ചെയ്യും, ഈ മെഡിക്കൽ ലീവ് എടുക്കും. നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്തോ ചില ഇഷ്യൂസ് മീൻസ് എന്തോ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ലീവ് എടുത്ത് തിരിച്ച് ചെല്ലുമ്പോൾ ഞാൻ വെറുതെ എടുത്തതാണോ എന്നുള്ള രീതിയിൽ തിരിച്ച് അങ്ങനെ സൂക്ഷിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, മീൻസ് അതായിരിക്കാം, അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പണിഷ്മെൻറ്റ് പോലെയാണ്. അവിടെ ഒരു ലീവ് വേക്കൻസി വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ചെല്ലുന്നു, അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അജിത് സാറാണ് കമ്മീഷണർ. അപ്പം കമ്മീഷണർ കേട്ടിട്ടേ ഉള്ളൂ, നമ്മളടുത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊന്നും അറിയാത്തവരെന്താണ്, നമുക്ക് ഒരാൾക്ക് പേടിയില്ലെങ്കിൽ എന്തും ചെയ്യൂലേ, ഒരു വിഷയമില്ലായിരുന്നു. ഞാൻ ചെല്ലുന്നു, നേരെ ജോയിൻ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെർമിഷൻ നമ്മുടെ കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് കിട്ടേണ്ടത്. മെയിനായിട്ട് കമ്മീഷണറുടെ അണ്ടറിലാണല്ലോ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്ക് അവിടെ വരണം. അപ്പോൾ സിനിമയുടെ കൺട്രോളേഴ്സ്, മാനേജർമാരൊക്കെ ഇവിടെ വന്നിട്ട് പേപ്പർ കൊടുക്കും. അപ്പോൾ ഈ ലാസ്റ്റ് സാറിൻ്റെ ഒപ്പിന് വേണ്ടിയിട്ട് എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കും, പേപ്പർ സാറിനെ കാണിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചേട്ടാ എടുത്ത് നോക്കട്ടെ. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന സിനിമയുടെ ബാനറിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ചേട്ടാ അത് വിട്ടേരാം, ഞാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം. കാര്യം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. സിനിമാക്കാരെ സഹായിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ സിറ്റിയിൽ ഒരാൾക്ക്, ഒരു സിനിമാക്കാരന് പെർമിഷൻ കിട്ടാത്തതിൻ്റെ പുറത്ത് സിനിമ നടക്കാതെ പോകരുത് എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വേഷത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ പിന്നെ പലരും ചോദിച്ചു തുടങ്ങി, ഇതിങ്ങനെ നിങ്ങൾക്ക് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ താല്പര്യക്കുറവൊന്നുമില്ല, മീൻസ് അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പുറത്ത് അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ പല ഡയറക്ടേഴ്സിനും ഇങ്ങനെ ഒരു കൊച്ചിയിൽ നിൽക്കുന്ന ഒരാളായാലും ഒരു ഡയറക്ടറായാലും അവിടെ നമ്മുടെ കമ്മീഷൻ ഓഫീസിൽ നമ്മുടെ പോലീസുകാരനുണ്ട് കേട്ടോ. പുള്ളി ഇതൊക്കെ ചെയ്തോളും, നമ്മുടെ കമ്മീഷണർ ഗവൺമെൻറ് തന്നെയാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്കിടയിൽ അറിയപ്പെടുന്ന അങ്ങനെ ഒരാളായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനോജ് ഇബ്രാഹിം സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിക്കുന്നത്. ഇതുപോലെ ഒരാൾ വന്ന് തന്നൊരു ഓഫറാണ്. അത് നമ്മുടെ ടി.കെ. രാജീവ് കുമാർ സാറിൻ്റെ തത്സമയം ഒരു പെൺകുട്ടി, അതന്നെ, ആ പടത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വേഷം വരുമ്പോഴാണ് സാറിൻ്റെ അടുത്ത് നോക്കി സിനിമയിൽ അഭിനയിക്കാനും. അത് ശരി, എന്താണ് എന്ന് പറഞ്ഞ് സാറന്ന് വിടുന്നത് ആ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടി.കെ. രാജീവ് കുമാർ സാറിന് മനസ്സിലായി ഇങ്ങനെ ഒരാളുണ്ട്, വലിയ കുഴപ്പമില്ല. സ്ക്രീനിൽ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും, ഈ നമ്മുടെ ഫ്രെയിമിൽ നിർത്തുമ്പോഴത്തേക്കും പുള്ളി വലിയ അറപ്പൊന്നും ഇല്ലാതെ ചെയ്യുന്നു. കൊള്ളാലോ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിയുമ്പോഴാണ് ഇവിടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന പടത്തിന് വേണ്ടി ട്രിവാൻഡ്രത്ത് ഷൂട്ട് സെറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഫഹദിൻ്റെ അനിയനാണ് നായകൻ, രാജീവ് രവി അദ്ദേഹമാണ് ഡയറക്ടർ, സന്തോഷ് ഏച്ചിക്കാനം റൈറ്റർ. അപ്പം നോക്കുമ്പോൾ നല്ല ടീമാണ്. സാർ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ഒരു പടം ചെയ്യുന്നുണ്ട്, ജിബിനെ സഹായിക്കണം, ഇവിടെ വന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ രാജീവേട്ടനെ കാണുന്നു, സന്തോഷ് ഏച്ചിക്കാരനെ കാണുന്നു. പിന്നെ അവർക്ക് ആ പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം, മീൻസ് അത്യാവശ്യം അവിടെ ഇവിടെ ആയിട്ടുണ്ട്. വലിയ ഡയലോഗും കാര്യമൊന്നും ഇല്ല, 1-2 ഡയലോഗൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു, പക്ഷെ അതൊരു ഭയങ്കര ഒരു നമ്മളുടെ ആഗ്രഹം. അതന്നെ. അപ്പോൾ ആ ഒരു ടീമുമായിട്ട്, അവർ ബേസിക്കലി കൊച്ചിയാണല്ലോ, അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധമായി. അപ്പോൾ അവരുമായിട്ട് ബന്ധമുള്ള കുറേ ആൾക്കാരുമായിട്ട് ഇരിക്കുമ്പോൾ ഷഹബാസ് അമനിക്ക അവരുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമായി ആ ഒരു സിനിമയോടെ. കാര്യം അവർക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ആ സമയത്ത് ട്രിവാൻഡ്രത്ത് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജോലി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സ്റ്റുഡിയോയിലായി, കിടക്കലും കഴിക്കലും ഒക്കെ അവിടെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഒരു നല്ലൊരു ബന്ധത്തിലേക്ക്, ഒരു സിനിമാ ബന്ധത്തിലേക്ക് ഞാൻ ചെല്ലുന്നത്. അത് ഈ കമ്മീഷൻ ഓഫീസിൽ നിന്നുള്ള ഒരു കണക്ഷനിൽ തുടങ്ങിയതാണ്. ദുൽഖറിനോടും സാമന്തിയോടും ഒപ്പം ഫോൺ പേയുടെ ഒരു വലിയ ആഡിൽ അഭിനയിച്ചു, അതായത് ഒരു ഇൻ്റർനാഷണൽ ആഡിലായിരുന്നു. ആ ആഡിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? അത് ഈ പറഞ്ഞ പോലെയാണ്, ഞാൻ ഇവിടെ നമ്മുടെ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ എറണാകുളത്ത് കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട്. എൻ്റെ ഫ്രണ്ടാണ് രാകേന്ദ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് എൻ്റെ ഓണർ. ഇവരിടയ്ക്കിടയ്ക്ക് ഓരോന്ന് അയച്ചു കൊടുക്കാൻ പറയും. ചേട്ടാ നല്ല പരിപാടിയാണ്, എനിക്കിതും അയച്ചു തന്നു, ഞാനിങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ ആഡെന്ന് പറയുമ്പോൾ നമുക്ക് ഞാനത് അവർ സ്ക്രിപ്റ്റ് അയച്ചു തന്നതിൽ ആക്ടേഴ്സിൻ്റെ ഭാഗത്ത് മൂന്ന് പേരെ വേണ്ടത്. അതിൽ മെയിൻ 2 ആക്ടേഴ്സ് ദുൽഖറും സമന്തയാണ്. അപ്പം ഞാൻ വെച്ചു ഞാനിതിന് അയച്ചു കൊടുക്കണം, എന്തായാലും നമുക്കത് കിട്ടില്ല, ഇത് പാൻ ഇന്ത്യൻ ആഡാണ്, ഒരു 6-7 ലാംഗ്വേജിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ അയച്ചില്ല. ഇവന്മാർ നിർബന്ധം കാരണം ഒരു ദിവസം ഞാൻ എന്തോ വരട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വളരെ മോശമായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ ഇത് കണ്ടുടനെ സ്പോട്ടിൽ അവർ റിപ്ലൈ ചെയ്തു, ചേട്ടാ എന്ത് മോശമായിട്ടാണ് ചെയ്തേക്കുന്നത്, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഇതെന്താ താല്പര്യമില്ലാത്ത പോലെ. ഞാൻ പറഞ്ഞു താല്പര്യമില്ലാത്തത് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്, എന്തിനാണ് ഞാൻ എൻ്റെ എനർജി കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു ചേട്ടാ എന്നാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി അയക്കില്ല, ഇനി ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര സെക്രട്ടറിയേറ്റിൻ്റെ ഭാഗത്ത് ഈ അടിയൊക്കെ നടക്കണതിൻ്റെ ടെൻഷനിലും കാര്യമൊക്കെ ഇല്ല. അതിൻ്റെ ഇടയിൽ പോയി ഞാൻ ചെയ്തതാണ്, ഞാൻ ഓഫീസിൽ പോയിട്ടൊക്കെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ ഡ്യൂട്ടി കടയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് മഹാരാഷ്ട്ര പൂനെ എന്നൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ആകെ അവിടെ നിന്ന് വിളിക്കാനുള്ളത് ഈ ഫേക്ക് കോൾസ് മാത്രമാണ്. ഈ മഹാരാഷ്ട്ര പൂനെ എന്ന് നമ്മൾ അടുക്കില്ല. കുറേ കഴിയുമ്പോൾ യുവന്മാർ വീണ്ടും വിളിക്കുന്നു. ഞാൻ എടുത്തില്ല. രാത്രി ചെന്ന് ഞാൻ വാട്സപ്പൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ചേട്ടാ എമർജൻസിയാണ്, ഒന്ന് പെട്ടെന്ന് തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു. എന്താ പറ്റി? ബെന്നെന്നാണ് തോന്നുന്നത് അന്ന്. ബെൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. എന്തൊരു ബെന്നെന്ന് ചോദിച്ചു. ചേട്ടാ നിങ്ങളെ എത്ര തവണ എന്നറിയാം, നിങ്ങൾ മറ്റേ അന്ന് അയച്ചില്ലേ ആ വീഡിയോ ആഡിൻ്റെ, അത് നിങ്ങൾ സെലക്റ്റായി. ഞാൻ പറഞ്ഞു ഒന്ന് പോയേ, നീയൊക്കെ തന്നെയാണോ പറഞ്ഞത് ഭയങ്കര മോശമാണെന്ന്. ചേട്ടാ അത് വേറെ കഥ, അത് പിന്നെ പറയാം. നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളെ കിട്ടുന്നില്ല എന്നാണ് അവർ കമ്പനിയിൽ നിന്ന് അറിയിച്ചതെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന്. ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, കണ്ടിന്യൂസ് കോളൊന്ന് ഞാൻ കട്ട് ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് എനിക്ക് അറിയാവുന്നുള്ള ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു സാർ ഇത് ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, ഇപ്പോൾ തിരിച്ചിപ്പം റെഡിയാക്കിയിട്ടാണ് ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അതിൻ്റെ ഷൂട്ടൊക്കെ പുറത്ത് തന്നെയായിരുന്നു? അത് ബോംബെയിലായിരുന്നു. ബോംബെയിൽ സ്റ്റുഡിയോയ്ക്കകത്തായിരുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്യാമറാമാനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് DOPക്കുള്ള നാഷണൽ അവാർഡ് കിട്ടി സിദ്ധാർത്ഥ് ദിവാൻ ആണ്. ഡയറക്റ്റ് ചെയ്ത് റാംസെ എന്ന് പറഞ്ഞ സാറാണ്. ഭയങ്കര രസമുള്ളൊരു ഒരു ഷൂട്ടൊക്കെ. അവിടെ വെച്ചല്ലേ ആദ്യമായിട്ട് ദുൽഖറുമായിട്ട് ഒരു ബന്ധം. അതിനു മുന്നേ സല്യൂട്ട് എന്ന് പറയുന്നൊരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലീസായിട്ടുണ്ട്. അതെ, അതിലെല്ലാം സല്യൂട്ട് കൊടുപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് പരിചയപ്പെട്ടു. പിന്നെ പക്ഷെ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് അവിടെ വെച്ചാണ്. സമന്തയായിട്ടൊക്കെ ഭയങ്കര നല്ലൊരു നല്ല ശ്രദ്ധിക്കപ്പെട്ട ആടായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാ ഭാഷയിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ആടായിരുന്നു. അതാണ് സിനിമാക്കാരിൽ നമ്മുടെ മലയാള സിനിമയിലെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അവിടെയാണ്. ആ ഒരു ആഡോടെയാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. ഗ്രേറ്റ് ഫാദർ, കണ്ണൂർ സ്ക്വാഡിലെല്ലാം മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു. മമ്മൂട്ടിയായിട്ടുള്ള ഒരു അഭിനയ രീതിയും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. എന്തായാലും ഇത്രയും പ്രശസ്തനായ ഒരു നടനോട് നിന്ന് ആദ്യമായിട്ട് ഞാൻ സാറിനോടൊപ്പം ചെയ്യുന്നത് ഗ്രേറ്റ് ഫാദറാണ്. അത് എൻ്റെ ഡയറക്ടർ ഹനീഫ അദേനി, അദ്ദേഹം ആദ്യ സിനിമ ചെയ്യുന്നതിന് പുള്ളി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിങ് പീരീഡിന് ഇടയ്ക്ക് പരിചയപ്പെട്ട ആളാണ് ഞാൻ. യാദൃച്ഛികമായിട്ട് ഇടത്ത് വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയായിട്ട് പിന്നെ കുറേ അടുപ്പം ഉണ്ടാവുന്നു. പുള്ളി പടം തുടങ്ങിയപ്പം സ്വാഭാവികമായിട്ട് എന്നെ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ആദ്യത്തെ സീൻ തന്നെ മമ്മൂട്ടി സാറിനോടൊപ്പമാണ്. അപ്പോൾ രാവിലെ തന്നെ 6:30 ഞാൻ ചെന്ന് മേക്കപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഷോട്ട് എടുക്കുന്നത് രാത്രി 7 മണിക്ക് ശേഷമാണ്. അത് അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഷൂട്ട് കഴിഞ്ഞു. നല്ല രസമുള്ള എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യം മമ്മൂട്ടിയോട് അഭിനയിക്കുന്ന സമയത്തൊരു ഭയം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അത് ആദ്യമല്ല, എപ്പോൾ ചെയ്താലും ഉണ്ടാവും. കാര്യം അത് നമുക്ക് അദ്ദേഹത്തോടുള്ള ഭയമല്ല. അപ്പം അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു അദ്ദേഹത്തിന് ഒരു ഓറയുണ്ട്. ഇപ്പം നമ്മൾ ഒരു എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ കാണുമ്പോൾ അയ്യോ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നും. പക്ഷെ നമ്മളൊരിക്കലും കണക്ട് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ അതെ അങ്ങനെ നിൽക്കുന്നില്ല. മീൻസ് ഈ 10-50 കൊല്ലം കൊണ്ട് മലയാള സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്ന അമാതിരി ഒരു ലെജൻഡായിട്ടുള്ളൊരു വ്യക്തി അപ്പം നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പുള്ളിക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ള ടെൻഷനാണ്. അത് അദ്ദേഹത്തോടുള്ള ഭയമല്ല. അപ്പം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നൊരു ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു ആദരവ്, ഇതൊക്കെയാണ്. പക്ഷെ അത് നമ്മളിൽ നിന്ന് അത് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത് ഭയത്തിൻ്റെയാണ്. ഇപ്പം തെറ്റിപ്പോവോ, ഡയലോഗ് തെറ്റുമോ, വീണ്ടും ടേക്ക് പോവോ, പുള്ളിക്കൊരു ബുദ്ധിമുട്ടാവോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോഴാണ് നമ്മളിത് പാളിപ്പോകുന്നത്. പകരം നമ്മളെ കൂളാക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഭയങ്കര രസമാണ്. അപ്പോൾ ഏതൊരു ആക്ടറായാലും ആദ്യമായിട്ട് അദ്ദേഹത്തോടെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ള ധാരണ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കൂളായിട്ടാണ്, ഭയങ്കരമായിട്ട് ഇതായിട്ട് അദ്ദേഹം ഇടപെടുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ഫാദറിലൊക്കെ പെട്ടെന്ന് തന്നെ ഷൂട്ട് കഴിയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണൂർ സ്ക്വാഡിന് മുമ്പ് ഞാൻ 1 എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്തു. പക്ഷെ അതിൽ കോംബോ സീനില്ല. എൻ്റെ ഒരു സീനിലൂടെയാണ് പുള്ളിയുടെ ഇൻട്രോ ഒക്കെ അദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞ് വരുന്നതാണ് കണ്ണൂർ സ്ക്വാഡ്. അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു സീനേ ഉള്ളൂ. പക്ഷെ ആ സാധനം നല്ല സാധനമാണ്, ശ്രദ്ധിക്കപ്പെട്ട ഒരു സീനാണ്. അത് ഈ പറഞ്ഞ പോലെ കഥയിൽ നിർണായക വഴിത്തിരിവാണ് ആ ഒരു സീൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ടൊരു ക്ലൂ കൊടുക്കുന്നത് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ആദ്യമേ തന്നെ അദ്ദേഹം വന്ന് ഇങ്ങനെ നീയാ പഠിച്ചാ എന്തെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂളാക്കും. ഇങ്ങനെ മതി, നന്നായിട്ടുണ്ടെന്ന് പറയും. അതോടെ ടെൻഷൻ അങ്ങ് പോയി കിട്ടും. അതോടെ നമ്മളെന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും.
നമ്മളങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല, നമുക്കങ്ങനെ പഠിച്ചാലും തീരത്തില്ല. അവരെ കണ്ടിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മളിങ്ങനെ ആ ഒരു ഓറലിങ്ങനെ നോക്കി ആരാധനയില്ല, നമുക്കൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്താണ്, ഇതൊക്കെ അറിയാനുള്ളൊരു ത്വരയായിരിക്കും. പ്രത്യേകിച്ച് ഒരു പഠിക്കലൊന്നുമല്ല. നമ്മൾ വർഷങ്ങളോട് ഇവരൊക്കെ ചെയ്തു വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് നമ്മളൊക്കെ പുതുതായിട്ട് എന്ത് ചെയ്താലും ഇവരൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ചിലപ്പോൾ അത് വരികയും ചെയ്യും, നമ്മൾ അറിയാതെ ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് പോകും നമ്മൾ. പക്ഷെ അതുപോലെ ഇരിക്കാത്തത് കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ആ ഒരു ഇമിറ്റേഷൻ ആണെന്ന് ഫീൽ ചെയ്യാതെ നമുക്ക് നമ്മുടെ ചിലപ്പോൾ റെഫറൻസ് അതിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ വേറൊരു സാധനം നമ്മൾ പിടിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ തന്നെയാണ്, അതല്ലാതെ അതെ. കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയോടും വിനായകനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കണ്ട് തീരുമാനിച്ചാൽ മതി, ഇത് പ്രധാനപ്പെട്ടതാണോ ഇവരോടൊപ്പം ഉള്ളതാണോ. എന്തായാലും ഞാൻ ഒരിക്കലും എൻ്റെ കഥാപാത്രങ്ങൾ വലുതാണോ ചെറുതാണോ എന്നുള്ള വെളിയിൽ പറയാൻ എനിക്ക് ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് നീ പറഞ്ഞില്ലേ, നമ്മളെ സിനിമ അത് പറയണം. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ആ സിനിമയിൽ ആ കഥാപാത്രം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ സിനിമയിൽ അത്രയും വലിയ ക്യാരക്ടറാണെന്നുള്ളത് കണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്കും എപ്പോഴും സംഭവം വലിയ പരിപാടി കേട്ടോ പുള്ളിക്ക് എന്ന് പറഞ്ഞ് കാണുന്നേക്കാളും നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ സംഭവങ്ങളല്ലോ പുള്ളിക്ക് ഇത്രയും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടല്ലേ, അതിൽ എത്ര ചെറുതാണെങ്കിലും നമുക്കത് അറിയാതെ പോയിരുന്ന് കണ്ടാൽ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു വലുതാണ് അല്ലെങ്കിൽ അത് ചെറുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡിൽ നമ്മൾ പോയിരിക്കും. അതിനേക്കാളും ഞാൻ പറയുന്നത്, ഞാൻ എല്ലാവരോടും അതുകൊണ്ട് തന്നെ ഇപ്പം ഡിയാസർ ആയാലും ട്രെയിലറിലും ടീച്ചറിലും ഇത്രയും കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൽ ത്രൂ ഉണ്ടാവുമോ എന്നുള്ളത് പടം കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഈ കളങ്കാവലിലേക്ക് എത്തിയത്? കളങ്കാവലിലേക്ക് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ പ്രൊഡക്ഷനിൽ നിന്ന് കോൾ വന്നതാണ്. ആക്ച്വലി എൻ്റെ പേരൊക്കെ ഒരു പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയാണ് ചെയ്യുന്നത്. അതെ, അത് അവിടെ നിന്ന് വന്നപ്പോഴാണ് ഞാൻ ഒരു ഞെട്ടലുണ്ടായിരുന്നു. ദൈവമേ, കാരണം നമുക്ക് അത്രയും ഞാൻ കണ്ണൂർ സ്ക്വാഡ് ഞാൻ ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ തന്നെ. പക്ഷേ വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് ആണ്. അപ്പോൾ പുള്ളി ഇവിടെ തിരുവനന്തപുരം അമ്പൂരിയിലുള്ള ആളാണ്. ഒരു നല്ല സിനിമയെ പറ്റി ഭയങ്കര ഐഡിയ ഉള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജിഷ്ണു ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയും ഈ പറഞ്ഞ ഇപ്പോൾ കഥകളുടെ ഒരു കൂമ്പാരമാണ് ഈ ജിഷ്ണു എന്ന് പറയുന്നത്. ഭയങ്കര ഞങ്ങൾ സിനിമയ്ക്ക് ശേഷം, സിനിമ തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. അപ്പോൾ അവരുടെ സൃഷ്ടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു നല്ലൊരു സംഭവം എനിക്ക് ചെയ്യാൻ തന്നു. ബാക്കി ദൈവത്തിനറിയാം. ഇങ്ങനെ പടം നന്നായിട്ട് വരുന്നതന്നെയാണ് 100% എനിക്കൊരു പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അതിന് പ്രേക്ഷകരോട് അതങ്ങനെ എടുക്കണം. ഇതൊന്നും മമ്മൂട്ടിയൊക്കെ സ്ഥിരമായി എല്ലാ സിനിമകളും കാണുന്നതാണ്, അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടായിരിക്കും മമ്മൂട്ടി കമ്പനിയിൽ നിന്നൊക്കെ ഇങ്ങനെ കോളുകൾ വരുന്നത്. ഇല്ല എന്നല്ല, കാര്യം ഇവർക്ക് ചിലപ്പോൾ ഞാനൊരു ഓപ്ഷൻ ആയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഫൈനൽ ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ട് സാറിൻ്റെ കൂടെ ഞാൻ മറ്റേ കണ്ണൂർ സ്ക്വാഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആവാം. ഏകദേശം 10-40 ദിവസത്തിൽ കൂടുതൽ ഷൂട്ടില്ലായിരുന്നു. ഉണ്ടുണ്ട്, പിന്നെ കുറേ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അതാ പറഞ്ഞത്, ഈ മമ്മൂട്ടി സാറിനെ പോലെയൊക്കെ ഒരാളുടെ കൂടെയൊക്കെ നമ്മൾ അത്രയും ഒരു സെറ്റിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എത്ര ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് സാറിൻ്റെ സമീപത്ത് നിന്ന് അദ്ദേഹത്തോടൊപ്പം നമ്മൾക്ക് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാമിന് വരികയാണ്, ഒരു കട ഉദ്ഘാടനം ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, എന്ത് ലക്ഷം ആൾക്കാരാണ് പുള്ളിയെ കാണാനായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് ഇങ്ങനെ വന്ന് കൂടുന്നത്. ആ സ്ഥലത്ത് നിന്ന് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് നമ്മൾ വളരെ അടുത്ത് നിന്ന് ഇതുപോലെ ഇരുന്ന് കാര്യം പറയാനോ, അല്ലെങ്കിൽ കൂടെ നിന്ന് ആഹാരം കഴിക്കാനോ, അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ വളരെ ദൂരെ നിന്ന് ആൾക്കാർ കാണുന്ന. അതെ, അവിടെ നിന്ന് ഇങ്ങനെ അടുത്തിരുത്തി, അല്ലെങ്കിൽ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ വളരെ അടുത്ത് നിന്ന് പെർഫോം ചെയ്യുന്ന കാണാനൊക്കെ കിട്ടുന്നത് അതൊക്കെ സിനിമ തരുന്ന ഒരു വലിയ ഭാഗ്യങ്ങളാണ്. അമ്മാതിരി ഭാഗ്യമല്ലേ അത്. അതിനപ്പുറമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് സിനിമക്കാരൻ എന്നുള്ള നിലയ്ക്ക് അവരെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരെ എന്താണെന്ന് അറിയുക, അവർ നമ്മളെ വിളിക്കുക, വിളിച്ച് എടാ കഴിച്ചോന്ന് ചോദിക്കുക, ഇതൊക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരായിട്ട് ഇവരൊക്കെ മാറുമ്പോൾ, വെള്ളിത്തിരയിൽ കണ്ട് ആരാധിച്ചിരുന്നവരും നമ്മളെ പേരൊക്കെ പറഞ്ഞ് ജനിച്ച സമയം മുതൽ TV കണ്ടു തുടങ്ങുന്ന സമയം മുതൽ സാറൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ ഇരിക്കാനും പറയാനൊക്കെ പറ്റുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലൈവ് കാണുകയല്ലേ, TV-യിലല്ലല്ലോ, വളരെ ലൈവായിട്ട് എന്താ പുള്ളി ചെയ്യുന്നതിനെ കണ്ട് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കുടുംബത്തെക്കുറിച്ചൊന്ന് ചോദിക്കട്ടെ. ഭാര്യ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ്, താങ്കൾ ഒരുപാട് തിരക്കുള്ള ഒരു നടനാണ്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കെമിസ്ട്രി എങ്ങനെ കൊണ്ടുപോകുന്നു? വൈഫ് ഹണി എന്ന പേര്, മാധ്യമ പ്രവർത്തകയാണ്. അവർ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ
മാധ്യമപ്രവർത്തകയാണല്ലോ. അപ്പോൾ ഈ അതിൻ്റേതായിട്ടുള്ള, വിവാഹം കഴിക്കുന്ന സമയത്ത് ജിബിൻ സിനിമയിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ വയസ്സിലേ തുടങ്ങിയ പരിപാടിയല്ലേ. അപ്പോൾ ആക്ച്വലി ഇവർക്ക് വൈഫിനെ അറിയില്ലായിരുന്നു ഞാൻ ഈ സിനിമ ഭയങ്കര പരിപാടിയായിട്ടൊക്കെ ഇതേന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളെന്ന് അറിയില്ല. ആ, പക്ഷെ പിന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി നമുക്ക് എല്ലാത്തിനും മുകളിലാണ് സിനിമ എന്നുള്ളത്. ആള് മനസ്സിലാക്കി. അതിനുശേഷം എപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം 2 കുഞ്ഞുങ്ങളുണ്ട്. പറഞ്ഞ പോലെ ഇപ്പോൾ അവർക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം ഞാൻ മിക്കവാറും വീട്ടിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഒരൊറ്റ ആളാണ്. അപ്പോൾ അത് നമ്മൾ സമ്മതിക്കണം. കാര്യം ഒരു പത്രക്കാരിയുടെ, ഒരു ജേർണലിസ്റ്റിൻ്റെ ജീവിതം അറിയാമല്ലോ. അവരുടെ ടൈം ഷെഡ്യൂളും അവരുടെ അതിനൊരു പ്രത്യേക ടൈമില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലാത്ത. അപ്പോൾ ഇതെല്ലാം പിള്ളേരെ പഠിത്തം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അവർ തന്നെയാണ്. കാര്യം ഞാൻ ഇതേ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു വലിയ സപ്പോർട്ടല്ലേ. കാര്യം എന്നെ ഇതൊന്നും കൂടുതൽ അറിയിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പിന്തുണ തന്നെയാണ്. അതിനെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല. നിങ്ങളിവിടെ ഇല്ല, പിള്ളേരെ നോക്കുന്നില്ല എന്നൊരു സാധനം ഇല്ലല്ലോ. അപ്പോൾ ഡെയിലി നമ്മൾ അപ്ഡേഷൻ അറിയും. നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ അറിയും. പിള്ളേർ സ്കൂളിൽ പോയതും പറഞ്ഞതൊക്കെ പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ മാക്സിമം ഈ പറഞ്ഞാൽ ഇതിലൊന്നും അവരെ ഞാൻ തൊടിയിക്കാറുമില്ല. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടായാലും അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരാനായാലും അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ഞാൻ ഏറ്റോളും. കാര്യം എൻ്റെ ആബ്സെൻസിൽ എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ വളരെ കംഫർട്ടാക്കിയാണ് കൊണ്ടുപോകുന്നത് കാര്യങ്ങളൊക്കെ. വീട്ടുകാര്യങ്ങളെല്ലാം, വീട്ടുകാര്യവും പിള്ളേരുടെ കാര്യവും അവരുടെ ജോലിക്കാര്യവും ഒക്കെ വളരെ നല്ല ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. മക്കളുടെ പേരൊക്കെ എന്താ? മോൻ ഇഷാൽ, മോൾ ഖയാൽ. അപ്പോൾ ഇവർ 2 പേരും ട്വിൻസാണ്. ഇവർ 2 പേരും ഇവിടെ നമ്മുടെ ഹോളി ഏഞ്ചൽസ് നത്തങ്കോട് ആണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്സിലാണ്. ദിലീപിനോടൊപ്പം തങ്കമണി എന്ന സിനിമയിൽ ഒരു വളരെ നല്ല കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രത്തിനെയും ദിലീപുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? ദിലീപേട്ടൻ നമുക്കിപ്പോൾ ഈ ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഒരു ബന്ധം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹബന്ധം എപ്പോഴും ഉണ്ട്. നമുക്ക് ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നൊരു. ആ സിനിമയിലാണോ ദിലീപായിട്ട് ആദ്യം പരിചയപ്പെടുന്നത്? ഞാൻ പരിചയപ്പെടുന്നത് സത്യത്തിൽ ആ പടത്തിലാണ്. കാര്യം ഒരു പടത്തിലൊരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെയാണ് ഈവൻ ഇപ്പം നല്ല രസമാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പുള്ളി നമ്മളെ തന്നെ അന്ന് കാസ്റ്റ് ചെയ്യും. ഡയറക്ടറും വളരെ അടുത്ത സുഹൃത്ത് രതീഷ് രഘുനന്ദൻ ഉടലൊക്കെ സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ ആ പടം ഈ പറഞ്ഞ പോലെയാണ്. ചെന്നു പരിചയപ്പെട്ടു, പുള്ളിക്ക് ഹാപ്പിയായി. ചെയ്തപ്പോഴത്തേക്ക് പുള്ളി പറയും, എടാ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവം അതാണ്. ഇപ്പം എൻ്റെ ഒരു ക്ലോസ് എടുക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ ഒരു സജഷനിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പം അദ്ദേഹം തന്നെ ഇരിക്കണമെന്നില്ല, ഒരു ഷർട്ട് ഇട്ട് ഒരാളിരുന്നാൽ മതി. പക്ഷെ അതല്ല, പുള്ളി പറയും, എടാ ഞാനിരിക്കാം, നീ പറഞ്ഞു എന്നെ നോക്കി തന്നെ പറ. അല്ലെങ്കിൽ കണ്ടിട്ട് പുള്ളി തന്നെ പോയി സ്ക്രീനിലൊക്കെ നോക്കിയിട്ട് നീ ഒരു കാര്യം ചെയ്ത് നീ മുഖത്ത് നോക്കണം, കുറച്ച് താഴേക്ക് എൻ്റെ നെഞ്ചളവിൽ നോക്കിപ്പോ, അപ്പോൾ സീനിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ഏത് മൊമെൻറ്റിലും ഏത് സമയത്തും അദ്ദേഹത്തെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്നേഹബന്ധമുണ്ട്. വളരെ ഭയങ്കര നല്ല, നമുക്ക് അതാ ഞാൻ പറഞ്ഞ ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ബന്ധം. അദ്ദേഹം നമ്മളെ ഭയങ്കര കംഫർട്ടാകും. അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പുള്ളി കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു തന്ന് ചിരിപ്പിച്ച്, അല്ലെങ്കിൽ എല്ലാ വിശേഷങ്ങളും തിരക്കി, വീട്ടുകാര്യങ്ങൾ തിരക്കും, വിളിക്കുമ്പോഴായാലും പറയുമ്പോഴായാലും ഒക്കെ ഓരോ കാര്യം ഞാൻ എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, മെസ്സേജ്. നമ്മളെ കൂടെ നിർത്തുന്ന ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഭയങ്കര സപ്പോർട്ടാണ്. അതിനുശേഷം ഞാനിപ്പോൾ ബബ്ബയിലും അദ്ദേഹത്തോടൊപ്പം നല്ലൊരു വേഷം അഭിനയിച്ചു. അതൊരു വലിയ പിന്നെ തീർച്ചയായിട്ടും കുട്ടമ്പിള്ള സ്പീക്കിംഗ് എന്ന് വെച്ച് വളരെ ജനപ്രിയമായ ഒരു പരിപാടിയായിരുന്നു അത്. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചങ്ങ് നിന്നുപോയി. അത് തിരിച്ചു വരാനൊരു ചാൻസ് ഉണ്ടോ? തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കത് കൃത്യമായിട്ട് പറയാറില്ല. അത് ഭയങ്കര നല്ലൊരു അവയർനെസ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ എടുത്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഈ റോസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയൊരു സമയത്താണ് അതിൻ്റെ ഒരു സാധ്യത ആൾക്കാരിലേക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ ചോദിച്ചു പോലീസിന് എന്തുകൊണ്ടായിക്കൂടെ, നമുക്ക് നല്ല കാര്യങ്ങൾ ഇതിനകത്തൂടെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ചിലർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ, ഇനി അവരുടെ ഭാഗത്ത് അത് ശരിയായിരിക്കാം കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ ചിന്തിക്കാത്തൊരു സാധനത്തിലേക്ക് അതിൻ്റെ ചില കണ്ടന്റുകൾ മാറ്റപ്പെട്ടു, ചർച്ചയാക്കപ്പെട്ടപ്പോൾ അതൊന്ന് ഭയങ്കര റീച്ചായി, ഭീകരമായിട്ട് റീച്ചായി. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളെടുത്തു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഈ സാധനം ചില ഇൻറ്റേർണൽ ഇഷ്യൂസ്, സത്യം പറഞ്ഞാൽ അതാണ് കാര്യം, അല്ലാതെ പുറത്തുണ്ടായ വിഷയങ്ങളൊന്നും ആയിരുന്നില്ല. ചില ഇൻറ്റേർണൽ ഇഷ്യൂസ് കാരണം നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് പക്ഷേ നല്ല പരിപാടിയായിരുന്നു. ഭയങ്കര ഫാൻസാണ്. അതിനിപ്പോഴും എവിടെ ചെന്നാലും എല്ലാവരും ചോദിക്കാറുണ്ട്
അതെന്താ ഇല്ലാത്തത്, നല്ല പരിപാടിയായിരുന്നല്ലോ, നമുക്കത് ഇനി അതുണ്ടെങ്കിൽ അത് തുടങ്ങണേ, അത് വീണ്ടും ചെയ്യണേ എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ചില ഇഷ്യൂസ് ചില പരിപാടികൾക്ക് ഒരു ജാതകമുണ്ട്. ഉണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് കുട്ടൻപിള്ള അങ്ങനെ നിന്നത്. അതിന് സംഭവിച്ചുകൂടായികയൊന്നുമില്ല. സുനിൽ എബ്രഹാം സാറിന്റെ വൈ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കൊരു കടന്നുവരവ്. സുനിൽ എബ്രഹാം സാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അത് ഞാൻ ഈ പറഞ്ഞ മജുബ്രാം സാറായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഒരിക്കലൊരു ആഡ് എടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പെർമിഷൻ വന്നതാണ് പുള്ളി. അപ്പം എനിക്ക് ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ അദ്ദേഹം സിനിമ ചെയ്തിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ ആഡിൻ്റെ കാര്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ആഡൊക്കെ ചെയ്ത് നടന്നാൽ മതിയോ, നമുക്കൊരു സിനിമയൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അത് ചെയ്യണം ജിബിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ പെർമിഷനൊക്കെ ശരിയാക്കി പോയതാണ്. ഇത് കഴിഞ്ഞ് പുള്ളി സിനിമ എടുത്തു, ചാപ്റ്റേഴ്സ്, അരികിലൊരാൾ, ഇതൊക്കെ നിവിൻ പോളിയൊക്കെ അഭിനയിച്ച പടങ്ങളാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പടമായിട്ട് പുള്ളി വൈ എന്ന് പറയുന്ന പടത്തെ അനൗൺസ് ചെയ്തു. പുള്ളി എന്നോട് വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നമുക്കൊന്ന് ഇരിക്കണം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ട, പോലീസ് പുതിയ പടത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിങ് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇരിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞ് ഇരുന്നാണ്. അങ്ങനെ ഇരുന്നു സംസാരിച്ചു. ചേട്ടാ പറഞ്ഞു, ഞാൻ ചാൻസ് ചോദിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇതിനകത്ത് 2-3 നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ നോക്കട്ടെ, എന്തായാലും ഓഡിഷൻ അയച്ചേ പറ്റുള്ളൂ, നമ്മൾ എല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഓഡിഷൻ ചെയ്തെടുക്കുന്നതുകൊണ്ട്. അങ്ങനെ ഒരു ഓഡിഷൻ, ഒരു ഓപ്പൺ ഓഡിഷൻ ഉണ്ടായിരുന്നു. 2 റൗണ്ട് കഴിഞ്ഞ് 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവസാനം പുള്ളി എന്നെ ഇതിലൊരു ആ ഒരു ഓട്ടോക്കാരൻ വേഷത്തിലേക്ക് എടുക്കുന്നത്. നല്ലൊരു ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഞാൻ ആദ്യമായിട്ടൊരു മെയിൻ സ്ട്രീം സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത് അവിടെയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. അത് ഇന്നും എന്നെ ആദ്യമായിട്ട് വിശ്വസിച്ച ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു എന്ത് പറയാനാ കടപ്പാടോ നന്ദി അങ്ങനെയൊന്നുമല്ല, അതിന് മുകളിലൊക്കെ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. ഭയങ്കര അടുപ്പമാണ്. ഞങ്ങൾ ഭയങ്കര പലതരം ഈ പറഞ്ഞ തമാശകളും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും എനിക്ക് അതെല്ലാം നമ്മൾ ചിലപ്പോൾ വഴക്കായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് എല്ലാവർക്കും ഇടയിലുള്ളതല്ലേ. പക്ഷെ പുള്ളിക്ക് ഞാൻ കൊടുത്തേക്കുന്നൊരു ഒരു ഒരു പൊസിഷനുണ്ട്. അതെ, എൻ്റെ ഉള്ളിലൊരു അത് വേറൊന്നാണ്. അതങ്ങനെയാണ്. അതാണ് സുനിലേട്ടനായിട്ടുള്ള ബന്ധം. അതിനുശേഷം ഞങ്ങളിപ്പോൾ തേർഡ് മർഡർ എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പ്, വിനയ് ഫോർട്ട്, ഇന്ദ്രൻ സേട്ടൻ, പിന്നെ ഞാൻ, ഇങ്ങനെ വരുന്നൊരു അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പം അതും റിലീസാവാനുള്ള പടങ്ങൾ കൂട്ടത്തിലുള്ളതാണ്. അതും സുനിലേട്ടൻ്റെ പടം തന്നെയാണ്. ഇപ്പോഴും ഈ സിനിമയിൽ ഓഡീഷൻ അതായത് കുറച്ച് ഫെയിമൊക്കെ ആയതിന് ശേഷവും ഓഡീഷനുകളിൽ കൂടി കഥാപാത്രത്തിലേക്ക് പോകാറുണ്ടോ? ഇപ്പം അങ്ങനെ ഓഡീഷൻ ഒന്നും ആരും ചെയ്യാറില്ല. പക്ഷേ ചില സിനിമകളുണ്ട് കേട്ടോ. ചില സിനിമകൾക്ക് ഇപ്പം മലയാളത്തിലെ അല്ലെങ്കിൽ ഹിന്ദിയിലെ തമിഴിലൊക്കെ തന്നെ മെയിൻ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഓഡിഷൻ ചെയ്യും. കാര്യം ഇത് ആർക്ക് വേണോ ഓക്കെ ആകാവുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതിലാരായിരിക്കും ഏറ്റവും ആപ്റ്റ് ആകുന്നതെന്ന് ഇവർക്കൊരു ക്യാമറ ടെസ്റ്റ് നടത്തിയാലേ ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതൊരു ചിലയിടങ്ങളിൽ അത് നല്ലതാണ്, ചിലയിടത്ത് അത് വർക്കാകത്തുമില്ല. മീൻസ് ഈ ഓഡിഷൻ നമുക്കൊരിക്കലും ഒരു ഓഡിഷൻ നടത്തുമ്പോഴത്തേക്കും ആ ക്യാരക്ടർ ചിലപ്പോൾ സിനിമയിലെ പോർഷൻ നടത്തുകയാണെങ്കിൽ ആ ഒരു സീനിന് മുമ്പ് എന്ത് സംഭവിച്ചെന്നോ അതിന് ശേഷം എന്ത് സംഭവിച്ചെന്നോ, ഇപ്പം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന ക്യാരക്ടറിൻ്റെ സ്വഭാവം ഇതിനു മുമ്പ് എന്തായിരുന്നോ ഇതിന് ശേഷം പുള്ളിക്ക് എന്ത് സംഭവിക്കുന്നതെന്നോ പുള്ളിയുടെ ഫാമിലി എന്താണെന്നോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒരു സീൻ വായിച്ചു, അത് മനസ്സിലാക്കി അതങ്ങ് ചെയ്യുന്നു. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ ഇതിൻ്റെ ഫുൾ കഥ അറിയാവുന്ന ഡയറക്ടറിനോ അല്ലെങ്കിൽ ആ ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിലോ അവരെയും കാണുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ ഈ പുള്ളി ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആ കഥ ധാരണയില്ല, ആ പോർഷനെ അറിയുള്ളൂ. അത് നമ്മൾ ആ പോർഷൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പം സോ അങ്ങനെയൊക്കെ നമുക്ക് അതൊരാളുടെ കഴിവുകേടല്ല. ഒരു ഓഡിഷനിൽ വർക്കായില്ല എന്നുള്ളത് ഒരു ആക്ടറുടെ കഴിവുകേടായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. കാര്യം പുള്ളി അവിടെ വെച്ച് അതെങ്ങനെയാണോ മനസ്സിലാക്കിയത് അതാണ് പുള്ളി കാണിച്ചത്. പക്ഷെ അതെന്താണ് എന്നുള്ളത് അപ്പുറത്ത് ക്യാമറയുടെ ഒരുപക്ഷെ കഥ മൊത്തം അറിയാമെങ്കിൽ ചിലപ്പോൾ ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ആ രീതിയിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നേനെ. ഏകദേശം 50ഓളം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നല്ല നല്ല കഥാപാത്രങ്ങളിലേക്ക് വന്നത്. ഈ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ച സമയത്തുള്ള എന്തെങ്കിലും മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ടോ? ഈ താണ്ഡവത്തിൻ്റെയൊക്കെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഷജികലേ സാറിൻ്റെ, അപ്പോൾ അത് ഈ പറഞ്ഞത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലുള്ള. അപ്പോൾ അതിൽ ഈ നമ്മൾ 2-3 ദിവസം പോയി. കാര്യം നമ്മുടെ കുതിരമാളിക കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഷൂട്ടൊക്കെ. അപ്പോൾ അവിടെ ലാലേട്ടൻ വരുന്നതും ലാലേട്ടൻ്റെ ബ്രദർ നെടുമുടി സാറ് മരിച്ചു കിടക്കുന്ന സീനാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ട് പുള്ളി ഭയങ്കര ദുഃഖത്തോടെ വന്നിറങ്ങുന്ന സീനാണ്. ഞാനവിടെ തള്ളുന്ന കണ്ടിട്ട് എന്നെ ഇദ്ദേഹം വരുന്ന റൂട്ടിലേക്ക് അതിൻ്റെ അസോസിയേറ്റ് പിടിച്ച് നിർത്തുകയുണ്ടായത്. അപ്പം എനിക്കറിയില്ല അത് ബാക്കി എന്താ, നമുക്കന്ന് മോണിറ്ററോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കാണാൻ.
അപ്പോൾ അത് കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയി. ആദ്യ ദിവസം ഞങ്ങൾ ഈ MG കോളേജ് പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു സാധനമുണ്ട്, സ്പെഷ്യലി ലാലേട്ടൻ പഠിച്ച കോളേജ് കൊണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു ത്രില്ലാണ് പോയി കാണുക, ആദ്യ ദിവസം തന്നെ പോയി ആഘോഷിക്കുക. ആദ്യ ഷോ തന്നെ ഫാൻസുകാർ നമ്മളെയൊക്കെ വിളിക്കും, നമ്മളങ്ങനെ പോവും. വെളുക്കെ പോയി നിൽക്കും. കോഴിക്കോട് നിന്ന് വരേണ്ട ബുദ്ധിമുട്ടറിയാമല്ലോ രാവിലത്തെ ഷോയ്ക്കൊക്കെ. ഈ സീൻ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ലാലേട്ടൻ വരുന്നു, ഭയങ്കര സ്ലോ മോഷനിലാണ് കാണിക്കുന്നത്. ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അതെല്ലാം ഭയങ്കര സ്റ്റൈലും ആണല്ലോ. ഭയങ്കര ഇങ്ങനെ വന്നോ പതിയെ വരുമ്പോഴത്തേക്കും എൻ്റെ നേരെ ഇങ്ങനെ ക്യാമറ വന്നിട്ടിരിക്കുന്നത്, നേരെ എന്നെ ഇങ്ങനെ സ്ക്രീനിൽ നിറച്ച് കാണിക്കുക. അപ്പോൾ എൻ്റെ നിയന്ത്രണം പോയി. അവിടെ ലാലേട്ടൻ എന്നോ വേറെ സീൻ എന്തൊന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പോൾ എൻ്റെ നമ്മൾ ഈ ആഘോഷിക്കാൻ കൊണ്ടുവന്ന പേപ്പറും മിഠായി കിടപ്പുണ്ട്. ഞാനിത് കണ്ട സന്തോഷത്തിൽ വാരി വിതറി 2 ബഹളമൊക്കെ വെച്ചു. അപ്പോൾ തിയേറ്റർ മൊത്തത്തിൽ ആ സമയത്ത് ഭയങ്കര ഇങ്ങനെ, അയ്യോ നൗടി സാർ മരിച്ചു കിടക്കാണല്ലോ, ലാലേട്ടൻ ഭയങ്കര സെൻറ്റിയിൽ നിൽക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക. പക്ഷെ ഞാനിവിടെ മീൻസ് ആദ്യമായിട്ട് നമ്മളെ സ്ക്രീൻ നിറച്ച് ശ്രീകുമാർ തിയേറ്ററിലാണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മ. അങ്ങനെ നിറച്ച് കാണിച്ചതിൻ്റെ ഒരു സന്തോഷം, അത് ലാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കുക. എനിക്ക് നല്ല ചീത്ത കിട്ടി, പക്ഷേ ആ ഒരു മൊമെൻ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എന്നെ സ്ക്രീനിൽ വളരെ കിടിലമായിട്ട് നല്ല ക്ലാരിറ്റിയോടെ കണ്ടത് ആ പടത്തിലാണ്. അത് പിന്നെ അതുപോലെ ഇഷ്ടംപോലെ പടങ്ങളിൽ തല്ലുകൊള്ളാനായിട്ടൊക്കെ പോയിട്ടുണ്ട്, കൂടെ ഓടാനായിട്ട്, ഈ ഓരോ സീനിൽ ഇതുപോലെ കൂട്ടത്തിൽ നിൽക്കാനായിട്ടൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ TK രാജകുമാർ സാറിൻ്റെ തന്നെ പടങ്ങൾ, ആ പറഞ്ഞ തത്സമയ ഒരു പെൺകുട്ടിയിൽ ഒരു ചെറിയ പരിപാടിയാണ്, നമ്മുടെ ചെമ്പിലെ ശോഭൻ ചേട്ടൻ്റെ കൂടെ. അന്ന് ആ സിനിമയിൽ പുള്ളി എന്തോ പ്രതിപക്ഷ നേതാവ് അങ്ങനെ എന്തൊക്കെയാണ്. കൂടെ ഒരു ഗൺമാനെ പോലെ ഇങ്ങനെ നടക്കുക, പുള്ളി ഇങ്ങനെ മീസത്തൂടെ നടക്കുമ്പോൾ ഞാനും കൂടെ നടക്കുന്നു, പുള്ളിയുടെ പാത്രമൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം 1-2 സീനിൽ ഇങ്ങനെ വന്ന് പോകും. അങ്ങനെ പറയാം. വക്കാലത്ത് നാരായണക്കുട്ടി, ആ സമയത്ത് കുറേ പടങ്ങളിൽ ഞാനിങ്ങനെ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. പലയിടത്തും കാണാൻ പറ്റില്ല, പക്ഷെ എനിക്കറിയാമല്ലോ ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാമല്ലോ. ഏതെങ്കിലും വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജൂനിയർ ആക്ടറായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നീ വിഷമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സീൻ തിയേറ്ററിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് അങ്ങ് കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ടോ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനെ മാറ്റി നിർത്താറൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പം ഇതെല്ലാം പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും സീനിൽ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പടത്തിൽ, സിനിമയെന്ന് പറയുന്നില്ല, ഒരു 10 ദിവസം വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അത് ഒരു വലിയൊരു നടനോടൊപ്പമുള്ളൊരു പടമാണ് അത്. അതിൽ എനിക്ക് ഈ ഫാമിലി ഒരു പരിപാടിയാണ്, ഒരു ക്ലാസ്സാണ്, ഈ ഫാമിലിക്ക് കൊടുക്കുന്നൊരു ക്ലാസ്സായിട്ടാണ്. ഒരു കുറേ ദിവസം ഉണ്ട് അവരുടെ താമസിച്ച് പഠിക്കുന്നതായിട്ടാണ്. അപ്പോൾ അന്ന് എൻ്റെ എസ് ഐ ആവാനുള്ള എക്സാം ആണെന്ന്. അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല. ഞാൻ 1.5 കൊല്ലം കൊണ്ട് എസ് ഐ ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, കോച്ചിങ്ങിനൊക്കെ വയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇതിനെപ്പറ്റി വിളിക്കുന്നത്. ഞാൻ നേരെ ഇത് വെച്ചുകൊണ്ട് നേരെ SI എഴുതാൻ പോയില്ല. PSC എക്സാം എഴുതാൻ പോകാതെ ഞാൻ നേരെ ഇവിടേക്ക് പോയി. അവിടെ ചെന്നു മേക്കപ്പൊക്കെ ഇട്ടിരുന്ന്, അപ്പോൾ നമുക്ക് ഇരിക്കേണ്ട സ്ഥലവും കാര്യമൊക്കെ കാണിച്ചു തന്നു. കുറേ കഴിഞ്ഞ് പറയുന്നു എൻ്റെ പേരായിട്ട് അഭിനയിക്കേണ്ട പെൺകുട്ടി വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ വേറെ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കും ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ 1.5 കൊല്ലം കൊണ്ട് പഠിച്ചതിനെ കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു സാധനത്തിന് വേണ്ടി ഇരിക്കുക. അപ്പം എനിക്കെന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. അപ്പം അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ. അപ്പം അത് ഡയറക്ടർ പറഞ്ഞു ഇല്ല, അപ്പം പുള്ളിയെ മാറ്റിയാൽ മതി, വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ട്. അത് പുള്ളിക്കറിയില്ലല്ലോ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പുള്ളിക്കറിയില്ല. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിനും പറ്റില്ല. ഞാൻ പറഞ്ഞു ഉച്ചയായില്ല, ഇത്രയും നേരം ആയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ നേരത്തെ പോകുമായിരുന്നല്ലോ. ഞാൻ പെൺകുട്ടി വരില്ല എന്നുള്ള രാവിലെ അറിഞ്ഞല്ലേ, ഉച്ചവരെ എന്താ പറയാറുണ്ടെന്ന് ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റിനോടൊപ്പം ഞങ്ങളെന്ന് പറയാനാണ് കേട്ടോ, അതാണ് ഇതാണ്. ഞാൻ പോയി, ഞാൻ ഓടി. എനിക്കന്ന് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അത് പട്ടം സെൻറ്റ് മേരീസിലാണെന്ന് തോന്നുന്നു എൻ്റെ SI എക്സാം. ഞാനവിടെ ചെല്ലുമ്പോൾ 1:30 അവിടെ എത്തണമായിരുന്നു. ഞാൻ 1:35 1:40 ആയി. വളരെ ചെറിയ സമയമായിട്ടുള്ളൂ. അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് 2 മണിക്ക് എക്സാം. അവർ കയറ്റിയില്ല. എൻ്റെ എക്സാം എഴുത്ത് കുഴപ്പമില്ല, അത് കുഴപ്പമുള്ള കേസല്ല, പക്ഷേ അത് ഭയങ്കര ഇതായിരുന്നു കാര്യം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അത് എക്സാം കിട്ടുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവർക്കത് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ പറഞ്ഞു ഇല്ല നിനക്ക് ഉറപ്പായിട്ടും കിട്ടുമല്ലോ, നിനക്ക് നല്ല ഇതായി കാണുമല്ലോ. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അവസാനം ഞാൻ എഴുതിയില്ല എന്നുള്ളത് മനസ്സിലായി. വീട്ടിലറിഞ്ഞില്ല എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനങ്ങനെ പോയിട്ട് അതൊരു ഭയങ്കര ഒരു സംഭവമായിപ്പോൾ. എനിക്ക് പിന്നെ ആലോചിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അന്ന് എഴുതി SI എങ്ങാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ സിനിമയിൽ അടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവുന്നത്. പിന്നെ അതൊക്കെ സ്വാഭാവികം. നമ്മളിപ്പോൾ എല്ലാം വേണമെന്ന് പറയാൻ നടക്കുകയൊന്നുമില്ല. ചിലതൊക്കെ വിട്ടുകൊടുത്ത് നമുക്ക് ചിലത് നേടാനും പറ്റുള്ളൂ. 2018 കഥാപാത്രം സത്യം പറഞ്ഞ മലയാളികളെ കോരിത്തരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമ മലയാളികൾക്ക് ഒരുപാട്
മലയാളികൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ആ സിനിമ. ആ സിനിമയിൽ ആ കഥാപാത്രത്തിലേക്ക് എത്തിപ്പെട്ടതും ജൂഡിൻ്റെ സംവിധാന രീതിയും ഒക്കെ ഒന്ന് പറയാമോ? അതെ അതെ, അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ ബേസിൽ ജോസഫിനോടാണ്. ബേസിലിൻ്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ദിവസം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഞങ്ങൾ എടുക്കുന്നത് മൈസൂർ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ആ പള്ളി പൊളിഞ്ഞ പള്ളിയുടെ സംഭവമൊക്കെ എടുക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ ഇങ്ങനെ നൈറ്റാണ് ഷൂട്ട് മിക്ക ദിവസം. അപ്പം ഇപ്പോൾ ജൂഡ് സാർ ഇവിടെ ഉണ്ടായാലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞ 2018 നമ്മുടെ സിനിമയുടെ വേറൊരു ഫോമായിരുന്നു. ആദ്യം അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ പകുതി വഴി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, പറയുമായിരുന്നു, കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളി ഭയങ്കര കാര്യമായിട്ട് അതാണ് ഞാൻ ചിലപ്പോൾ ഒരു ചേഞ്ച് വരുത്തും ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണേ, ഉറപ്പായിട്ട് ജിഞ്ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നിന്നത്. അപ്പോൾ ഇത് വീണ്ടും ഷൂട്ട് തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം അപ്പോൾ എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഒരു സംഭവം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടി റെഡി ആകുമ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞത് അത് ചെയ്തില്ല, ആ ക്യാരക്ടർ ചെയ്തില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, ഞാനൊന്ന് വരാൻ വേണ്ടി റെഡി ആയതായിരുന്നു, പിന്നെ അത് നടന്നില്ല, അത് 1-2 കാര്യങ്ങൾ. അപ്പോൾ അവിടെ ആ ക്യാരക്ടർ പോയത് കൊണ്ടാണ് എനിക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ്, അയ്യോ ജിഞ്ചേട്ടാ, ഞാൻ തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞത്, വേറൊരു നല്ല സംഭവമുണ്ട്, അത് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ക്യാരക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മിന്നൽ മുരളിയിൽ കിട്ടിയൊരു സൗഹൃദമാണ്. അപ്പോൾ പുള്ളി നമ്മൾ ചെയ്യും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു. അപ്പം ആദ്യം ഈ പറഞ്ഞ ആ കോരിത്തെരിപ്പിക്കുന്ന സീൻ ആക്ച്വലി എനിക്കല്ലായിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് എന്നിലേക്ക് എത്തിയതാണ്. അത് ചെയ്യേണ്ടിയിരുന്ന വേറൊരാളിനൊരു ചില പ്രശ്നങ്ങൾ കാരണം ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എന്നെ അവിടത്തേക്ക് പ്ലേസ് ചെയ്തതാണ്. അത് ഭയങ്കരമായിട്ട് റീച്ചായി. എനിക്ക് തോന്നുന്നു അതെ അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കായി. കാര്യം അത് ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞിരുന്നു, ഈ സാധനമാണ് ആൾക്കാരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരേ ഒരു ഐറ്റം. അപ്പോൾ ഇത് വർക്കായില്ലെങ്കിൽ താഴെ പോവും, അത് ജിബിച്ചേട്ടൻ ചെയ്യും, എനിക്കറിയാം. ഈ ഒരു കോൺഫിഡൻസാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജൂഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ഓക്കെ. ഒരു ഡയറക്ടർ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിച്ചു, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിൻ്റെ റിസൾട്ടായിരുന്നു ആ കണ്ടത്. അതിന് ഭയങ്കര അനുഭവമായിരുന്നു. ഇപ്പോൾ പിന്നെ സുല്ലേട്ടനെ പറഞ്ഞ പോലെയാണ് ജൂഡ് സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മാതിരി ഈ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയാണ്. ഒരാൾ നമ്മൾ അത് ചെയ്യും, അത് അയാൾ ചെയ്യും, അതെനിക്കറിയാം. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മുടെ പകുതി ശക്തി. നമ്മളൊരാൾ വിശ്വസിക്കുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ അവിടെ നമ്മളെ ഒരു സാധനം ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി അവിടെ കിട്ടിക്കോളും, അത് റിസൾട്ട് നല്ലത് വരും. അതങ്ങനെ ആ സിനിമയുടെ സെറ്റിൽ ലാലുവാറ്റൊക്കെ നല്ല ലാൽ സാർ അതെ അതാ പറഞ്ഞത്. അതിന് വെച്ചിട്ട് ആ സമയത്ത് വേറൊരു സംഭവം ഇറങ്ങിയായിരുന്നു. ആ സമയത്താണ് കോവിഡ് ആയിട്ട് തിയേറ്ററുകളൊക്കെ അടച്ചിട്ടേക്കുന്ന സമയം ഇതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ. അപ്പോൾ ലാൽ സാറ് ഞാനുമായിട്ടുള്ളൊരു സീൻ ആദ്യത്തെ ഒരു ദിവസം എടുത്തു, 2 ദിവസം എടുത്തു. അപ്പോൾ കണ്ടിന്യൂസ് ഞങ്ങൾ സീനുണ്ട്. അപ്പോൾ വെള്ളത്തിലുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ പരിപാടി സാർ ജസ്റ്റ് വരുമ്പോൾ സാർ ഗുഡ് ഈവനിങ് സാർ, ഓക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ആ സമയത്ത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്റ്റയ്ക്കൊക്കെ വേണ്ടിയിട്ടൊരു പരസ്യം വന്നായിരുന്നു, നമുക്കൊരു പടത്തിന് പോയാലോ എന്ന് ചോദിച്ചിട്ട്. അതിൽ അത് റിലീസ് ചെയ്തത് മോഹൻലാൽ സാറും മഞ്ജു ചേച്ചി, പൃഥ്വിരാജ് ഇവർ ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ വഴി ഇത് ഭയങ്കര ഹിറ്റായി. അതിറങ്ങിയത് ഞാൻ ആ ഷൂട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ അതിറങ്ങിയതിൻ്റെ അന്ന് വൈകുന്നേരം ഷൂട്ടിന് ചെല്ലുമ്പോൾ ലാൽ സാർ വെച്ച്, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ പരസ്യത്തിൽ നിങ്ങളാണോ ചെയ്തേക്കുന്നത്? സാറിന് അറിയാലോ, ശബ്ദമൊക്കെ അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ സാർ. അപ്പോൾ നിങ്ങളാണോ ദുൽഖറിൻ്റെ കൂടെയൊക്കെ ആ പരസ്യം ചെയ്തത് നിങ്ങളാണോ? ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ട് കേട്ടോ, നമുക്ക് പരിപാടിയൊക്കെ ചെയ്യാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലാൽ സാറുടെ കാര്യമാണ് നരേനും അവിടെ വെച്ചിട്ടാണ് കൂട്ടാൻ. അതിൻ്റെ സെറ്റ് ഫുൾ വെള്ളമല്ലായിരുന്നു? ഫുൾ വെള്ളമാണ്. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ല, നമുക്ക് അങ്ങനെ ഒത്തിരി ദിവസത്തെ ഷൂട്ടൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പരിപാടിക്കായിട്ട് പോലീസിൽ നിന്ന് പോയിട്ടുള്ള എനിക്ക് പിന്നെ സെറ്റിൽ വെള്ളത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ, നമ്മൾ ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. നമ്മൾ പുറമേ ഇപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന സുഖമല്ല ചെയ്യുമ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞുള്ളൊരു സാധനമാണല്ലോ, ഒരു ചെറിയ ഔട്ട്പുട്ടാണ് നമ്മൾ കാണുന്നത്. അതെ അത്രേ ഉള്ളൂ. അതിൻ്റെ ഫൈനൽ കാണുന്നത് എപ്പോഴും തിയേറ്ററിലാണല്ലോ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടല്ല, നമ്മളത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നതാണ്. ഒരു ജോലി നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജോലിയല്ലാതായി മാറും.
ഭയങ്കര ഒരു ത്രില്ലാണ്, നമുക്ക് അടുത്തത് ചെയ്യാനുള്ളൊരു കൊതിയ ഉണ്ടാകുന്നത് അല്ലേ. അതാണ് കലാജീവിതത്തിൽ ഈ കോലിയക്കോട് സ്കൂള്, GVHS പോത്തങ്കോട്, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ, MG കോളേജ്, ഇവിടെയെല്ലാം ഒരുപാട് കലാപരിപാടികളിലെല്ലാം പങ്കെടുത്ത് കാണും. ഇതൊക്കെ ആയിരിക്കണം മറ്റേ കലാപ്രവർത്തനത്തിന്റെ ഒരു ബാക്കപ്പ്. അതൊക്കെ എങ്ങനെയായിരുന്നു അന്ന്? സ്കൂളിലൊക്കെ നാടക മത്സരങ്ങളിലും എല്ലാം പങ്കെടുക്കുമായിരുന്നു? തീർച്ചയായിട്ടും. എൻ്റെ ഈ പറഞ്ഞ ഒരു നാടക കളരി എന്ന് പറഞ്ഞിട്ട് രംഗപ്രഭാത് അറിയാലോ, ഞാറമൂട് രംഗപ്രഭാതിൻ്റെ ഒരു നാടക കളരിയുണ്ട്. അപ്പം അവരുടെ ഒരു അവിടുത്തെ ഒരു കൊച്ചുനാരായണപിള്ള സാറുണ്ട് രംഗപ്രഭാതിൽ. അദ്ദേഹമാണ് നമ്മൾ ആദ്യമായിട്ട് കോലിക്കോട് സ്കൂളിൽ നാടക കളരി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങുന്നതും അവിടെ നമ്മളെയൊക്കെ വെച്ചിട്ട് നാടകങ്ങൾ ചെയ്തു തുടങ്ങുന്നതും ഒരു ബേസിക് സംഭവങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എൻ്റെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഒരു അനീഷ് MG എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, അരുണാസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ട്, പിന്നെ ഒരു ഗിരീഷ്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു രജി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അന്നത്തെ ഇവരൊക്കെ നമ്മുടെ സീനിയേഴ്സാണ്. ഇവരൊക്കെ നിന്ന് ആണ് നമ്മളെയൊക്കെ ഈ തട്ടിൽ കയറി കളിക്കാനുള്ള ബേസിക് സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ യുവജനോത്സവത്തിലൊക്കെ പോകുന്നു, ബാലകലോത്സവം. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹൈസ്കൂളിൽ ചെല്ലുന്നത് 7ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളൊക്കെ. അപ്പം ഒരു ബേസ് എൻ്റെ എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ LVHS പോത്തൻകോട് പോവുകയാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ സ്റ്റേജ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവിടെ നിന്നും മത്സരങ്ങൾക്ക് പോകുന്നു, നാടകം, ക്വിസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോയി. അവിടെ അതൊരു നല്ല കാലഘട്ടമായിരുന്നു. കുറേ നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടിയ ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഹയർ സെക്കൻഡറി ഞാൻ പെരുപ്പങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചത്. ടെക്നിക്കലല്ല, അതെ +2 തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചു എൻ്റെ 2 വർഷം അവിടെ. അപ്പോൾ ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി എത്ര ഇടയ്ക്ക് 3 സ്കൂളായി. അത് കഴിഞ്ഞ് അടുത്ത ഡിഗ്രിക്ക് MG കോളേജിലേക്ക് ചെല്ലുന്നു. അവിടെ ലാലേട്ടൻ പഠിച്ച കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈലാണല്ലോ. ഞാൻ MG കോളേജ് പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഭാഗമാണത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് എനിക്ക് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റിയിലേക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഗ്രാമ സ്ഥലങ്ങളാണ്. അവിടെ ഏകദേശം 25 കിലോമീറ്റർ മാറി ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. MG കോളേജ് എന്ന് പറഞ്ഞാൽ കേശവസ്ഥലത്താണല്ലോ. അവിടെ മുതലാണ് ഞാൻ സിനിമകൾ കണ്ട് ആക്ച്വലി തുടങ്ങുന്നത്. ആ സമയം മുതലാണ് ക്ലാസ് കട്ട് ചെയ്ത് കാര്യമായിട്ട് സിനിമ കാണാൻ തുടങ്ങിയതും ഈ ജൂനിയർ ആക്ടറായിട്ട് കാര്യമായിട്ട് പോയി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ അവിടെ ഇതിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇത്രയും ആൾക്കാരെ വേണമെന്ന് പറയുമ്പം കോർഡിനേറ്റേഴ്സ് വന്ന് നമ്മളെ കൊണ്ടുപോകും, ഫുഡ് തരും, ചിലപ്പോൾ 100-100 രൂപ കയ്യിൽ തരും. ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ജീവിതം ആസ്വദിച്ച സമയമായിരുന്നു എൻ്റെ കോളേജ് കാലം. ഷൂട്ടിങ് കാണാൻ പോകുന്നതിനൊരു സന്തോഷമാണ്. അതെ. അവിടെ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞ താണ്ഡവം, നാരായണൻകുട്ടിയൊക്കെ നടക്കുന്നത് ആ സമയത്താണ്. അത് MG കോളേജ് എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര അതാ പറഞ്ഞത്, ജോലിക്ക് കമ്മീഷൻ ഓഫീസിൽ വന്നതും പഠിക്കുന്ന സമയത്ത് MG കോളേജിൽ എത്തിയതായിരുന്നു എൻ്റെ 2 നിർണായക സമയം. ഇത് രണ്ടുമായിരുന്നു. തിരിച്ചിപ്പം നാട്ടിലേക്ക് ചെല്ലുമ്പോഴേ, പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്നു ഗോപിനാഥ പിള്ളയുടെ മകൻ സിനിമാ നടനായെന്ന്. ഇപ്പോൾ ശരിക്കും ഒരു വലിയ സിനിമാ നടനായിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടുകാരുടെ എല്ലാം നാട്ടിലെന്ത് വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. എല്ലാം എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എല്ലാം നമ്മുടെ തന്നെയാണ്. എൻ്റെത് എന്നുള്ളതല്ല, എല്ലാം ഞങ്ങൾ തന്നെയാണ്. അവിടെ കോലിയക്കോട് എന്ന് പറയുന്നൊരു ചെറിയ സ്ഥലം, അവിടെ നിന്നല്ലേ ഞാൻ തുടങ്ങുന്നത്. എൻ്റെ ആദ്യ സ്റ്റേജ് എൻ്റെ സ്കൂളല്ലേ. അപ്പോൾ എൻ്റെ നഴ്സറി, എൻ്റെ സ്കൂള് എല്ലാം അവിടെയാണല്ലോ. എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അവിടെയല്ലേ. അവിടെ പിന്നെ എന്താ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ ഞാൻ ചെന്നിരിക്കും. ഉറപ്പായിട്ട് ഞാൻ ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് 1-2 പരിപാടികൾ എനിക്ക് തോന്നുന്നു വിളിച്ചിട്ടില്ല, ഞാൻ പോകാൻ പറ്റാതായിട്ടുള്ളത്. ബാക്കി എല്ലാ പരിപാടിയും ഞാൻ പറഞ്ഞു. ഈ പല പരിപാടിയിലും ഞാൻ ഈ പറഞ്ഞതുപോലെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് ചിലരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മിസ്സായി പോണ ചിലരുണ്ട്. എനിക്ക് ഭയങ്കര ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇപ്പോൾ ഇതിലാണ്ട് പറയാമല്ലോ. എൻ്റെ ഒരു ചേച്ചിയുണ്ട്, രഞ്ജു എന്ന് പറഞ്ഞിട്ടേ. ആ ചേച്ചി ഞാൻ സ്കൂൾ കാലഘട്ടമായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് അന്നും ഭയങ്കര കാര്യമായിട്ട് നമ്മളെ കൊണ്ടു നടന്നിട്ടുള്ള ചേച്ചിയാണ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 2 മാസം മുന്നേ ഞാൻ വീണ്ടും ആ ചേച്ചി ഇപ്പോഴും കണ്ടാൽ അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് നാടാണ്. നാട്ടിൽ ഈ ഒരു പരിപാടിക്ക് പോയതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ആ ചേച്ചിയെ കിട്ടുന്നത് തന്നെ. എനിക്ക് ആ ഒരു ബന്ധം വീണ്ടും ഉണ്ടായതൊക്കെ. നാടെപ്പോഴും അങ്ങനെയാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന സ്ഥലമാണ്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നാട്ടിലേക്ക് പോകാറുണ്ട്. കിട്ടുന്ന സമയത്ത് കാര്യം അച്ഛനും അമ്മയും അവിടെയാണല്ലോ. എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ്റെ കുടുംബമൊക്കെ നാട്ടിൽ. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയന് യൂണിയൻ ബാങ്കിൽ ഓഫീസറാണ്. ആള് നമ്മുടെ കർണാടകയിലെ ഉടുപ്പിയിലെ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഈ രഞ്ജു ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറെ നമ്മുടെ
എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, വർഷങ്ങൾക്ക് ശേഷം അവനെയും ഈ അടുത്തൊരു പ്രോഗ്രാമിന് ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇവരൊക്കെ വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സിനിമയിൽ ഈ പറഞ്ഞ പോലെ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷവും കാര്യമായിട്ടൊക്കെ നിൽക്കുമ്പോൾ പലരും നമ്മളോട് അടുത്ത് വരില്ല. അടുത്ത് വരാതിരിക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യുമോ, നമ്മളെ കണ്ടാൽ മനസ്സിലാവുമോ, ഇത് കേൾക്കുന്നതേ ഒരു വിഷമമുള്ള കാര്യമാണ്. എന്താണ് ഇതിനിപ്പോൾ ഇപ്പം എൻ്റെ ബേസിക് നേച്ചർ അറിയാന്നുള്ള ഒരാളും ഞാനൊരു ജോലിയിലേക്ക് വരുന്നു, അത്രേ ഉള്ളൂ. 10 പേര് അറിയുന്നൊരു ജോലി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് ടോക്കറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഞാൻ എന്ത് സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. ആരോടും സംസാരിക്കാതിരിക്കില്ല. എല്ലാവരോടും ഭയങ്കര സൗഹൃദം കണ്ടെത്തുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരൻ. അവനെ ഈ പറഞ്ഞ പോലെ അടുത്ത് കാണാൻ പറ്റി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ കണ്ടു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നാട്ടുകാരൊക്കെ ആണ്. അപ്പം ഈ നാട്ടുകാരും കൂട്ടുകാരും തന്നെയാണ് എന്നെ എപ്പോഴും എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. എൻ്റെ ചേട്ടത്തിയും കൂടെ പഠിച്ചതാണ്. അതെ, അയ്യോ അതാ ഞാൻ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അറിയുന്നത്. അരുണിമയും എൻ്റെ ഞങ്ങൾ ഹൈസ്കൂള് ഒരുമിച്ച് പഠിച്ചവരാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഹൈസ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. ഭയങ്കര കൂട്ടാണ്. ഞാനിപ്പം ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഭയങ്കര ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ കുറേ പേരുണ്ട്. അരുണിമ, പിന്നെ അതുപോലെ സോഫിയ, വിനീത, പിന്നെ സരിത, പിന്നെ സുജിത്ത്, ഇങ്ങനെ ഷജീർ, വിനോദ്, ഇങ്ങനെ പറയുന്ന കുറേ കൂട്ടുകാരുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് അടുപ്പമാണ്. നസീം, മനോജ്, അങ്ങനെ കുറേ ആൾക്കാർ സുഹൃത്തുക്കൾ തന്നെയാണ് എപ്പോഴും ഒരു ബലം. ഭയങ്കര കാര്യം ഇവർക്ക് ഒരു മറയൂല നമ്മളോട് സംസാരിക്കാൻ. നമ്മൾ ചെയ്തതിലൊരു മോശം കണ്ടാൽ ഓപ്പണായിട്ട് പറയുന്നവരാണ്. കണ്ടിട്ട് അവർക്ക് അതിനകത്തൊരു സൗഹൃദം കാണിക്കില്ല. സ്നേഹത്തിൻ്റെ പുറത്ത് ഈ തേൻ പുരട്ടി തരുന്ന പരിപാടി ഒന്നുമില്ല. പറയാനുള്ളത് നല്ല രീതിയിൽ പറയും. അതൊക്കെ നമുക്ക് സന്തോഷം. നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരെടുത്തതിലെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നവരാ. അതങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, അല്ലെങ്കിൽ സിനിമയിൽ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും പറയാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഇവരൊക്കെ. അത് ഭയങ്കര സന്തോഷമുള്ളവരില്ല. എൻ്റെ നാട് തന്നെയാണ്. കോഴിക്കോടും പോത്തൻകോടും വെഞ്ഞാറമൂടും പെരുപ്പംകൂടൊക്കെ എൻ്റെ സ്വന്തം നാടാണ്. അതെ. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫലചന്ദ്രനായിരുന്നു താങ്കൾ. കാരണം ഒരു മോഷ്ടാവിനെ പിടിക്കുന്നു, അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയൊക്കെ ആഘോഷിച്ചു. സത്യത്തിൽ അതൊരു നടന്ന സംഭവം തന്നെയല്ലേ? നടന്ന സംഭവം തന്നെയാണ്. പിന്നല്ലാണ്ട് പിന്നെ അത് യാദൃശ്ചികമായിട്ട് ഈ വീട്ടിൽ ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീടിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് കാറിട്ടിരുന്നത്. അപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് ഇതുപോലെ ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങനെ ബെഡിൽ കിടന്നപ്പോൾ ചെക്കൻ എണീറ്റിട്ട് എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഞാൻ നോക്കുമ്പോൾ അവിടെ ഇല്ല. ഞാൻ എന്താ കഴിക്കണം ഉണ്ടാണ്ടിരുന്നേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ സമ്മതിക്കുന്നില്ല. അച്ഛൻ പോയി പറ്റും. അപ്പം ഞാൻ ചോദിച്ചു കാർ എടുത്തിട്ട് പോവാം. എൻ്റെ വേണ്ട 2 വീലർ മതി, എനിക്ക് കാറെടുത്ത് ഈ പാർക്കിങ്ങും ബുദ്ധിമുട്ടൊക്കെയാണ്. നല്ല ഇതിൽ ഞാൻ 2 വീലർ എടുത്ത് വെളിയിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്തു. കാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്തോ കാര്യം ഒന്ന് കാറിനെ ബ്ലോക്ക് ചെയ്തൊരു ഓട്ടോ കിടക്കുന്നുണ്ട്, ഇങ്ങനെ കുറുകെ കിടക്കുക ഒരു ഓട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എനിക്ക് കാർ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഈ ഓട്ടോ ഇട്ട് പോയാൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കുറേ നോക്കുമ്പോൾ വണ്ടിക്കകത്ത് ആരോ ഉള്ളൊരു ഫീല്. ഞാനങ്ങനെ ഈ ഓട്ടോ കവർ ചെയ്ത് അപ്പുറത്ത് ചെന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളിരിക്കുക. ചേട്ടാ ഇത് എൻ്റെ വണ്ടിയാണോ അതോ അവൻ്റെ വണ്ടിയാണോ എന്നുള്ളതായി പോയി. കാര്യം അമ്മാതിരി സ്വന്തം വണ്ടിയിലിരിക്കുന്നവരിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് സാധനം കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു, 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളി ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നേരെ ഞാൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പുള്ളിയോട് ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു അല്ല വണ്ടിയിൽ വണ്ടി ഞാൻ റിപ്പയർ ചെയ്യാണ്. ഞാൻ ചോദിച്ചു എൻ്റെ വണ്ടി ഞാൻ അറിയാതെ ഇവൻ റിപ്പയർ ചെയ്യുന്നു, ഇതെന്ത് ന്യായമാണത് എന്നുള്ള രീതിക്ക്. അപ്പം ഞാൻ ചോദിച്ചു അല്ല ഈ വണ്ടി അത് ഞാൻ ഇത് ശരിയാക്കാൻ വന്നയാളാണ്, എൻ്റെ ഓണർ ഇവിടെ ഇല്ല എന്നോട് പറഞ്ഞു. ശരി എന്നിട്ട് ഇയാളിങ്ങനെ കൊണ്ടിറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓണർ എൻ്റെ ഇതുവരെയുള്ള അറിവിൽ ഞാനാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓ ആണോ അല്ലേ, അപ്പം എന്നിട്ട് വാ ഞാൻ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. പുള്ളി ഇതും കൊണ്ടുവന്നിട്ട് പറഞ്ഞു നേരെ ഇങ്ങനെ നന്നിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൈ തന്നെ, ചേട്ടാ സോറി ഒരബദ്ധം പറ്റിയതാണ്, ചേട്ടൻ തന്നെ വെച്ചോ, ഇങ്ങോട്ടുമില്ല ഓക്കെ ഞാൻ പോണേന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു ശരിയാണല്ലോ സാധനം കിട്ടിയില്ല എനിക്കെന്താ, പുള്ളി പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാൻ വേണ്ടി നിന്നു. ഞാൻ പെട്ടെന്നാണ് ഉള്ളിലെ പോലീസുകാരൻ എന്നിൽ ഉണർന്നത്. ഞാൻ ചേട്ടാ എൻ്റെ വണ്ടി ഇത് മോഷണമല്ലേ, ഇത് സാധനം പറിച്ചുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ കണ്ടില്ലെങ്കിൽ ഇത് കൊണ്ടുപോകണമല്ലേ. ഞാൻ പറഞ്ഞു മോനെ നിന്നേ എന്ന് പറഞ്ഞു. എന്താ നീന്താ പറഞ്ഞത് നമുക്ക് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലെന്ന്, ഇങ്ങോട്ട് നിൽക്കടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തൊട്ടപ്പുറത്തെ കടയിലോട്ട് വിളിച്ച് പോയി. അപ്പം റോഡിലൂടെ പോയ ആൾക്കാരൊക്കെ ആരൊക്കെയോ കണ്ടു, വണ്ടിയിൽ നിർത്തി. പിന്നെ ആരൊക്കെയോ വിളിച്ച് പോലീസിൽ പറഞ്ഞു, ചാനലുകാർ പറഞ്ഞു.
ആകെ ബഹളമായി, പിറ്റേന്ന് വലിയ വാർത്തയായി, എല്ലാ ചാനലുകാരും വന്ന് ചോദിച്ചു, വീഡിയോ എടുത്തു, അത് വേറെ ലെവലിലങ്ങ് പോയി. ഭരചന്ദ്രൻ എന്നല്ലെങ്കിലും ഒരു ഒറ്റക്കൊരു കളറ് ചാരിതാർത്ഥ്യമുണ്ട്. അത് സ്വന്തം വണ്ടി ഇത് എന്റെ കൂട്ടുകാരി പറഞ്ഞവരെ പറഞ്ഞത്, എടാ നീ തന്നെ കാശ് കൊടുത്ത് ഒരുത്തനെ ഇറക്കി, നീ തന്നെ വാർത്തയാക്കി വെച്ചാലടാ, സ്വന്തമായിട്ട് PR ഇങ്ങനെ നടത്താൻ പാടില്ലടാന്ന് പറഞ്ഞ നല്ല കൂട്ടുകാരന്മാരും എന്റെ കൂടെ അതല്ലേ. തൻ്റെ അനുഭവങ്ങളും സിനിമയുടെ പുതിയ പുതിയ വിശേഷങ്ങളും എല്ലാം പങ്കുവച്ച ജിബിൻ ഗോപിനാഥിന് വീണ്ടും ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി